എന്താണ് നാം ജീവിതം കൊണ്ട് നേടിയത്? നാം പറയും നമുക്ക് വീടുണ്ട്, പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, സമൂഹത്തിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യന്മാർ ഹൈവേകളിൽ ചതഞ്ഞരഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ ഒരു യുവതിയുടെ ദേഹത്തുകൂടെ വലിയൊരു ടോറസ് ലോറി കയറിയിട്ട് അവരുടെ ശരീരാവയവങ്ങൾ റോട്ടിൽ ചിതറിയിട്ട് ഒരു കവറ്, നമ്മൾ ഉദ്ഹിയ്യത്തിന്റെ മാംസം എടുക്കാൻ ഉപയോഗിക്കുന്ന പോലെ ഒരു ബക്കറ്റിലേക്ക് ആളുകൾ വാരിയെടുത്ത് ചതഞ്ഞരഞ്ഞ ആ തലയോട്ടിയും തലച്ചോറും മാംസഭാഗങ്ങളും വാരിയെടുത്ത് ബക്കറ്റിലേക്ക് ഇടുന്നതാണ് നമ്മൾ കണ്ടത്. എത്ര സൗന്ദര്യമുള്ള പെൺകുട്ടിയായിരുന്നു, എന്തെല്ലാം ആഗ്രഹമുള്ളവളായിരുന്നു, എന്തെല്ലാം സ്വപ്നങ്ങളുള്ളവരായിരുന്നു. എന്താ സുഹൃത്തുക്കളെ നേടിയത്? എന്താണ് നമുക്കിവിടെ നേടാനാകുന്നത്? നാം ഈ നേടിയതെല്ലാമാണ് നേട്ടമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും സുഖിക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും ഉല്ലസിക്കാനും അതിനുള്ള ഇടങ്ങൾ തേടി ഓടുകയാണ് മനുഷ്യർ, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികൾ. കല്യാണങ്ങളും യാത്രകളും ക്യാമ്പസും വീടകങ്ങളും എല്ലായിടത്തും ഒരു എന്റർടൈൻമെന്റ് മൂഡ്, ഒരു ഫെസ്റ്റിവൽ മൂഡ്. കൊല്ലത്തിലെ 365 ദിവസങ്ങളിൽ ധാരാളം ദിവസങ്ങളും തിന്നാനും ആഘോഷിക്കാനുമുള്ള ദിവസങ്ങളായി അസൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താ നമുക്കിവിടെ നേടാനുള്ളത്? ഇതൊക്കെ ദുനിയാവിന്റെ നൈമിഷികതകളാണ് അല്ലേ? എത്ര സുഖിച്ചാലും എത്ര രസിച്ചാലും അത് ഹലാലായി നുകരട്ടെ, ഹറാമായി നുകരട്ടെ, അതിന് വളരെ നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക് സവാബൻ വ ഖൈറുൻ അമല. സമ്പത്തും സന്താനങ്ങളും ഒക്കെ സീനത്താണ്. മനുഷ്യർ വലിയ കാര്യങ്ങളായി കാണുന്നത് അവന്റെ ഇണകളാണ്, മക്കളാണ്, സമ്പത്താണ്, സൗകര്യങ്ങളാണ്, ഉന്നതമായ വാഹനങ്ങളാണ്, ഉയർന്നു നിൽക്കുന്ന ഭവനങ്ങളാണ്. ഇതെല്ലാം മനുഷ്യന് അലങ്കാരമാണ്. പക്ഷേ ذلك متاع الحياة الدنيا والله عنده حسن المآب. ഇതെല്ലാം ഈ ദുനിയാവിലെ സീനത്താണ്. ഇതെല്ലാം ദുനിയാവിന്റെ അലങ്കാരമാണ്. ഇതെല്ലാം ദുനിയാവിന്റെ പളപളപ്പാണ്. പക്ഷെ പടച്ചോൻ ഈ ദുനിയാവ് ഇങ്ങനെയെല്ലാം മനോഹരമാക്കിയിട്ടുണ്ടെങ്കിലും ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശാശ്വത ലോകമാക്കിയിട്ടില്ല, സ്ഥിരമായി ജീവിക്കാനുള്ളതാക്കിയിട്ടില്ല. സ്ഥിരമായി ജീവിക്കാനുള്ള ലോകമായിരുന്നെങ്കിൽ ഇവിടെ രോഗം ഉണ്ടാവരുത്, വാർദ്ധക്യം ഉണ്ടാകരുത്, വിഷമങ്ങൾ ഉണ്ടാകരുത്, ബുദ്ധിമുട്ടുണ്ടാകരുത്. എല്ലാ പടപ്പുകൾക്കും ഇടയിലും ഈക്വാലിറ്റി വേണം. പാവങ്ങൾ പണക്കാർ, പണ്ഡിതർ പാമരർ, ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടാകരുത്. പിന്നെ എന്താണ് ഈ ലോകം? ഈ ലോകം പരീക്ഷണമാണ്. കിട്ടിയാൽ പരീക്ഷണമാണ്, നഷ്ടപ്പെട്ടാൽ പരീക്ഷണമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. എല്ലാവരും മരിക്കും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഇപ്പൊ സൗകര്യം കിട്ടിയാലും പരീക്ഷണാണ്, സൗകര്യം നഷ്ടപ്പെട്ടാലും പരീക്ഷണമാണ്. ആരോഗ്യമുണ്ടാകുന്നത് പരീക്ഷണമാണ്, രോഗവും പരീക്ഷണമാണ്. രോഗത്തേക്കാൾ വലിയ പരീക്ഷണം ആരോഗ്യ. ദാരിദ്ര്യത്തേക്കാൾ വലിയ പരീക്ഷണം സമ്പത്താ. മനസ്സിലായില്ലേ? പട്ടിണിയേക്കാൾ വലിയ പരീക്ഷണം സുഭിക്ഷതയാണ്. കാരണം എന്താ? സുഭിക്ഷമായി ഉണ്ണാനുള്ളപ്പോൾ അള്ളാന് ഓർമ്മ ഉണ്ടാവില്ല, നല്ല സൗകര്യമുണ്ടാവുമ്പോൾ അള്ളാന് ഓർമ്മ ഉണ്ടാവില്ല. അനുഗ്രഹങ്ങൾ ഓരോന്നായി ലഭിക്കുമ്പോൾ പടച്ചിറപ്പിനെ ഓർക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ രോഗവും മറ്റു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അള്ളാനെ ഓർക്കും. അപ്പൊ അനുഗ്രഹങ്ങൾ കിട്ടലാണ് വിപത്തുകൾ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ പരീക്ഷണം.
പിന്നെ പരലോകത്ത് ഏറ്റവും ഭാരമാകുന്നതും അനുഗ്രഹങ്ങളാണ്, രോഗങ്ങളല്ല, ദാരിദ്ര്യമല്ല, ഇല്ലായ്മയും വല്ലായ്മയും പീഡനങ്ങളും അല്ല. പരലോകത്തൊരാൾക്ക് ഭാരമാകുന്നത് അയാൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ ദുനിയാവില് നമുക്കുള്ളതെല്ലാം പരീക്ഷണമാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുറുസാ. ഈ ഭൂമിക്ക് മീതെയുള്ള എല്ലാം ഞാൻ അലങ്കാരമാക്കിയത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഈ പരീക്ഷണത്തിൽ നമുക്ക് എന്താ ഉള്ളത്? വിശുദ്ധ ഖുർആനും സുന്നത്തും നോക്കി അതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷണം. അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മക്കയിലെ പരിമളം എന്ന പേര് കേട്ട അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോ ദരിദ്രനായി. ഉഹദിൽ അദ്ദേഹം ഷഹീദായി. അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഒരു പുതപ്പുണ്ടായിരുന്നു. ആ പുതപ്പ് കൊണ്ട് കാല് മറച്ചാൽ തലയും, തല മറച്ചാൽ കാലും പുറത്താകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. അദ്ദേഹം എന്ത് നേടി? സഹാബത്ത് എന്ത് നേടി? ബിലാൽ എന്ത് നേടി? ഉമർ എന്ത് നേടി? മക്കയിൽ നിന്ന് ഒരു പുതപ്പ് രണ്ടായി മുറിച്ച്, ഒന്നുകൊണ്ട് അരയും മറ്റൊന്നുകൊണ്ട് മേലും മറച്ച് മദീനയിലേക്ക് വന്ന അബ്ദുല്ലാ ദുൽബിജാദൈൻ, അദ്ദേഹം എന്ത് നേടി? മെലിഞ്ഞൊട്ടി ഇബ്നു മസ്ഊദ് എന്ത് നേടി? കറുകറുത്ത ബിലാൽ എന്ത് നേടി? അവർ ഈ ദുനിയാവിലെ സൗകര്യങ്ങളല്ല നേടിയത്. ഫക്കീറുകളായിട്ടാണ് അവർ മരിച്ചുപോയത്. പക്ഷെ മരിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞു, അല്ലേ? അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അള്ളാഹുവിന്റെ ദീനിലേക്ക് മുൻകടന്നു പോയ മുഹാജിറുകളും അൻസാറുകളും എന്താ അവർ നേടിയത്? റളിയല്ലാഹു അൻഹും വറദൂ അൻ. അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹിനെ തൃപ്തിപ്പെട്ടു. സ്വർഗം കിട്ടിയിട്ട് അവർ മരിച്ചു പോയത്. ഈ ലോകത്ത് അവർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സൗകര്യങ്ങൾ കൊണ്ട്, സ്വാതന്ത്ര്യം കൊണ്ട്, അറിവ് കൊണ്ട്, കഴിവ് കൊണ്ട്, സമയം കൊണ്ട്, യൗവനം കൊണ്ട് അവർ നേടിയെടുത്തത് സ്വർഗമാണ്. അവര് നമ്മൾ തമ്മിൽ വ്യത്യാസം എന്താ പറയുക? സ്വഹാബത്തിന്റെ ലക്ഷ്യം സ്വർഗമായിരുന്നു. നമുക്ക് സ്വർഗവും വേണം. Did you understand? സ്വഹാബത്തിന്റെ ലക്ഷ്യം സ്വർഗമായിരുന്നു. വേറെ ഒന്നും അവർ ലക്ഷ്യം വെച്ചിട്ടില്ല. നമുക്കൊരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് സ്വർഗം. സ്വഹാബത്ത് അങ്ങനെയല്ല ചെയ്ത്. കനത്ത ചൂടിലാണ് തബൂക്ക് യുദ്ധം. ചൂട് മാത്രമല്ല, നല്ല ദാരിദ്ര്യമുള്ള സമയ, ക്ഷാമമുള്ള സമയ. നമ്മുടെ വിശ്വാസികൾ നിങ്ങൾ ഈ ചൂടത്ത് യുദ്ധത്തിന് പോകരുത്. നബിയെ, നീ അവരോട് പറയൂ, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ കഠിനമാണ്. നല്ല പട്ടിണിയുള്ള സമയം, നല്ല ചൂടുള്ള സമയം. സ്വഹാബത്ത് യുദ്ധത്തിന് പോയി. ബദർ യുദ്ധം ലക്ഷ്യം വെച്ച് പോയതല്ല. ബദർ യുദ്ധത്തിന് പോയതല്ല. മറിച്ച് മക്കയിൽ തങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്ത് തിരിച്ചു വാങ്ങാൻ പോയതാ. പക്ഷെ അവിടെ എത്തിയപ്പോ യുദ്ധമായി മാറി. പട്ടിണിയാ, പരിവട്ടമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇനി പിന്തിരിയാൻ പറ്റൂല എന്ന് മനസ്സിലായപ്പോ സഹാബത്ത് മുന്നോട്ട് പോയി. ഉമൈർ ഇബ്നു ഹുമാം ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറയാ, ബദറിൽ മരിച്ചവർക്ക് സ്വർഗമുണ്ട്, ബദറിലെ ശുഹദാക്കൾക്ക് സ്വർഗമുണ്ട്. അദ്ദേഹം ഒന്ന് ചോദിക്കാൻ, നബിയെ സ്വർഗോ? അതെ, സ്വർഗം. വായിലെ ഈത്തപ്പഴം തുപ്പിയിട്ട് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി. ഹൻദല റളിയല്ലാഹു അൻഹു ജനാബത്തുകാരനായിരിക്കെ യുദ്ധത്തിൽ മരിച്ചു. പുയ്യാപ്പിളയായിരുന്നു.
ഉഹദ് യുദ്ധത്തിന്റെ തലേനാളിൽ കല്യാണം കഴിഞ്ഞ പുതുമണവാളനാണ്. യുദ്ധത്തിന് വിളിച്ചപ്പോ ഞാൻ പുയ്യാപ്പിളയല്ലേ, കുറച്ചൊക്കെ സന്തോഷിക്കേണ്ട സമയല്ലേ, ഇതൊന്നും നോക്കാതെ പോയി ഷഹീദായി. യുദ്ധത്തിൽ മാത്രമല്ല സഹോദരന്മാരെ, അവിടെ ഈമാന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, കർമ്മങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ്, സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ്, എല്ലാ പ്രതികൂലതകളെയും അതിജയിച്ചവർ മുന്നോട്ട് പോയി. കാരണം അവരുടെ ലക്ഷ്യം സ്വർഗമാണ്. അപസ്മാര രോഗിയായ പെണ്ണ് നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, നിങ്ങൾ എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഈ രോഗം നല്ല ബുദ്ധിമുട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗം കിട്ടും. അത് കേട്ടപ്പോ എന്താ പെണ്ണ് പറഞ്ഞറിയോ? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ക്ഷമിച്ചോളാം, സ്വർഗം കിട്ടുമെങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം. അവരുടെ ലക്ഷ്യം സ്വർഗമാണ്. നമുക്ക് സ്വർഗവും ലക്ഷ്യമാണ്. ദുനിയാവിൽ എല്ലാ സുഖവും കിട്ടണം, സന്തോഷവും കിട്ടണം, ആർഭാടവും വേണം, എല്ലാം രസിച്ച് രമിച്ച് സുഖിച്ച് ജീവിച്ച് മരണത്തിന് ശേഷം സുഖങ്ങളുടെ ലോകമായ സ്വർഗവും കിട്ടണം. ഉണ്ടാവില്ല. അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് സ്വർഗത്തിനാണ്. കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ജോലിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും മറ്റെന്തിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗം എത്തുന്നത് വരേക്കും നമുക്ക് മുന്നൊരുക്കങ്ങളായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം. പടച്ചറബ് ഏൽപ്പിച്ച അമാനത്തുകൾ വൃത്തിയായി പൂർത്തീകരിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കണം. മരിച്ചോളം ജീവിക്കണ്ടേ? ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ദീന് പാലിച്ചു ജീവിക്കണം, അല്ലേ? ശാന്തമായി ആരാധനകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ നമുക്ക് കുടുംബം വേണം, നമുക്ക് ഹലാലായ സമ്പാദ്യം വേണം, നമ്മുടെ കുടുംബത്തിന് വസിക്കാൻ പാകത്തിനൊരു വീട് വേണം. ആർഭാടം കാണിക്കാനല്ല, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താനല്ല, ശ്രദ്ധ പിടിച്ചു പറ്റാനല്ല. നമുക്ക് അല്ലാഹുവിനെ ആരാധിച്ച് സ്വർഗത്തിന് പറ്റിയ ഒരു ജീവിതം നയിച്ച് മരിക്കോളം കഴിയണം. ആ ഒരു ലക്ഷ്യത്തിൽ കുതിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാ സമയവും എവിടെയായിരുന്നാലും ആ ദീനീ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട്, എല്ലാവരോടും ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൃത്തുക്കളെ, നമ്മളെക്കാൾ എത്ര വലിയ പണക്കാർ ഇവിടെ ജീവിച്ചു പോയി. അവർക്കെന്താ സ്പെഷ്യലായിട്ട് സൗകര്യമുള്ളത് ഖബറില്? നമ്മളെക്കാൾ എത്ര ഗ്ലാമറുള്ള ആളുകള്, അല്ലേ? നമ്മളെക്കാൾ നല്ല മസിൽ പവറുള്ള ആളുകള്, സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകള്, അവരൊക്കെ ഖബറിൽ കിടക്കല്ലേ? എന്താ അവർ കൊണ്ടുപോയത്? എന്താ അവർ നേടിയത്? വല്ലതും അല്ലാഹ്ക്ക് വേണ്ടി വല്ലതും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സുഖവും സമാധാനവും അനുഭവിക്കുന്നുണ്ട് എന്നല്ലാണ്ട് വേറെ എന്ത് കാര്യമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഭൗതികമായ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും സംതൃപ്തി അടയേണ്ടവരല്ല വിശ്വാസി. മറിച്ചവൻ നേടേണ്ട മർമ്മം നേടണം. അത് സ്വർഗമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ നഫ്സും മരണം രുചിക്കും. മരിക്കാത്ത ഒരാളുമില്ല, അല്ലേ? ആരവിടെ എന്നും ജീവിക്കണേ? ആരും ജീവിക്കൂല. മരണം, വേദന അറിയാതെ മരിക്കാനുള്ള എക്യുപ്മെന്റ്സ് മനുഷ്യൻ കണ്ടെത്തിയിരുന്നു. വിത്തൗട്ട് പെയിൻ മരിക്കാനുള്ള എക്യുപ്മെന്റ്സ് മനുഷ്യൻ കണ്ടെത്തിയിരുന്നു. ഓസ്ട്രേലിയയിൽ അവിടെ ഇവിടെ കണ്ടെത്തിയൊരു മെഷീന്റെ ഫോട്ടോ ഈ അടുത്ത ദിവസം നമ്മൾ മീഡിയയിൽ കണ്ടിരുന്നു. എന്നാൽ മരിക്കാണ്ടൊക്കെയുള്ളൊരു മെഡിസിൻ, ഒരു പ്രിവെൻഷൻ മെത്തേഡ് മനുഷ്യൻ ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ കാരണക്കാരായ ഡോക്ടർമാർ പോലും, എത്രയോ മെഡിസിൻ കണ്ടെത്തിയ സയന്റിസ്റ്റുമാർ പോലും മരണപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ജീവിതം ഇവിടെ അല്ല, ഇതൊരു ടെമ്പററി വേൾഡാണ്, താൽക്കാലികമായ ഷെൽട്ടർ. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുൻ.
ഔ ആബിർ സബീൽ, നീ വഴിപോക്കനെ പോലെയാകണം, അല്ലെങ്കിൽ അപരിചിതനെ പോലെയാകണം, ഒരു സ്ട്രെയിഞ്ചർ ആവണം, നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരാളെപ്പോലെ, ഒരു വഴിപോക്കനെ യാത്രക്കാരനെ പോലെ, ഒരു ലക്ഷ്യം വെച്ചൊരു സ്ഥലത്ത് പോയാൽ തിരിച്ചു വരും വീട്ടിക്ക്, അല്ലേ? ഇതുപോലെയാകണം നീ. കാരണം ഇവിടുന്ന് പോകാനുള്ളതാ. എപ്പോൾ പോകും നമുക്ക് ആർക്കും അറിയില്ല. എത്ര കുട്ടികൾ മരിച്ചു, എത്ര യുവാക്കൾ മരിച്ചു, എത്ര ഉമ്മമാർ മരിച്ചു. ഞാൻ കഴിഞ്ഞ തവണ കാസർഗോഡ് വന്നപ്പോഴാണ് ഹൈവേയിൽ ഒരു പെണ്ണ് ആക്സിഡന്റിൽ മരിച്ചത്. ഹൈവേ ക്രോസ് ചെയ്യുന്ന സമയത്ത് മരണപ്പെട്ടു പോയ ഒരു സഹോദരി. അല്ലാഹു എല്ലാ വിശ്വാസികൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, പോണം എല്ലാവരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സൂചന കൊടുത്തു, അല്ലേ? ഖുദു അന്നി മനാസികക്കും ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. എന്നിൽ നിന്ന് ആരാധനാ കർമ്മങ്ങൾ പഠിച്ചോളീം, ഹജ്ജിന്റെ കർമ്മങ്ങൾ എടുത്തോളീം. നെക്സ്റ്റ് ടൈം, അടുത്ത ടൈം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നൊരു ഉറപ്പില്ല. അബൂബക്കറിന് മനസ്സിലായി നബിയുടെ മരണം അടുത്തായിട്ടുണ്ട്. ഇദാ ജാ നസ്റുള്ള ഓതിക്കൊടുത്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ മൂലയിൽ താടിയും തലയും നിറച്ചൊരു മനുഷ്യൻ കരയാണ്. ആളുകൾ ചോദിക്കുന്നു, എന്തിനാണ് ഇയാൾ കരയുന്നത്? അബൂബക്കറിന് മനസ്സിലായത് നബി പോകാനായിട്ടുണ്ട്. 63 കൊല്ലത്തെ ദൗത്യം പൂർത്തീകരിച്ച് റസൂൽ മടങ്ങി. പോകാത്ത ആരുമില്ല. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്, ആനന്ദിക്കാനുള്ളതാണ്, ഉല്ലസിക്കാനുള്ളതാണ്. നീ നിന്റെ പ്ലഷർ, നീ നിന്റെ ഹാപ്പിനെസ്, നിന്റെ ഫ്യൂച്ചർ, നിനക്ക് സുഖിക്കണം, നിനക്ക് രസിക്കണം, നിനക്ക് ആനന്ദിക്കണം, നിനക്ക് ഉല്ലസിക്കണം. അതുകൊണ്ട് പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. അതിർവരമ്പുകളും നോക്കണ്ട. എങ്ങനെയാണോ നിനക്ക് ആസ്വാദനം, എന്തിലാണോ നിനക്ക് സുഖം, എന്തിലാണോ നീ സന്തോഷിതനാകുന്നത്, അവിടെ നീതിയും ധർമ്മവും മതവും നോക്കണ്ട. നീ അങ്ങനെ ജീവിച്ചോ. അങ്ങനെ ജീവിച്ചാല് ജീവിക്കും. പക്ഷെ ഖബർ സന്ദർശിക്കണവരെ അത് നടക്കുള്ളൂ. അത് കഴിഞ്ഞ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നേടിയതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടം അത് ഈ ജീവിതം കൊണ്ട് നേടാനുള്ളത് നേടലാണ്. അതെന്താണ്? സ്വർഗാണ്. ഈ ജീവിതം കൊണ്ട് നമ്മൾ നേടിയൊന്നല്ല ഇപ്പൊ നേടണ്ടേ. ചില ആൾക്കാർ പറയും, അൽഹംദുലില്ലാ അത്യാവശ്യം ഉണ്ടാക്കേണ്ടതൊക്കെ ഉണ്ടാക്കി. ഇല്ല മാനോ, ഉണ്ടാക്കിയിട്ടില്ല. അത്യാവശ്യം ഉണ്ടാക്കേണ്ട സാധനം സ്വർഗാണ്. പടച്ചറബ് നമുക്ക് നൽകിയത് എന്താണോ അതുകൊണ്ട് സ്വർഗം വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കുടുംബസമേതം നമ്മൾ പണിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വർഗം ആരുറപ്പിക്കും? എടാ നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം, നീ ഇന്നത് ശ്രദ്ധിക്കണം, നീ ഇങ്ങനെ ആയിക്കൂടാ എന്ന് മറ്റുള്ളവർ പറയാൻ കാത്തിരിക്കുകയാണ് നമ്മൾ, അല്ലേ? നമ്മുടെ സ്വർഗം നമ്മുടെ മാത്രം അജണ്ടയാണ്, അല്ലേ? നമ്മുടെ മരണം നമ്മോട് പറയാതെ നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ തുറക്കുന്ന പരലോകം, അവിടെ ജയിക്കുക എന്നുള്ള നമ്മുടെ അജണ്ടയാണ്. അതുകൊണ്ട് ആ കടവും കള്ളിയും വാങ്ങി വീട് വെച്ച് മരണപ്പെട്ടു പോയാൽ കുടുംബം ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കും. പക്ഷെ ഞമ്മക്ക് ഖബറിൽ കിടക്കാൻ കഴിയൂല. പലിശ വാങ്ങിയാൽ ഖബറിൽ കിടക്കാൻ കഴിയൂല. കൂട്ടുകാരോടൊപ്പം കൂടി മദ്യപിച്ചാൽ, വ്യഭിചരിച്ചാൽ, തോന്നിവാസങ്ങൾ ഏർപ്പെട്ടാൽ ഓലാരും ഞമ്മളൊപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ജീവിതം കൊണ്ട് സ്വർഗം വാങ്ങുക എന്നുള്ളത് ഇൻഡിവിജ്വൽ എയിമാണ്, ഇൻഡിവിജ്വൽ അജണ്ടയാണ്. നമ്മുടെ മാത്രം വാശിയായിരിക്കണം. എനിക്ക് മരിച്ച സ്വർഗം വേണം. ആ എയിം ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണം, ഇവിടെയുള്ള യുവാക്കൾക്ക് വേണം, ഇവിടെയുള്ള ഉമ്മമാർക്ക് ഉപ്പമാർക്ക് വേണം. ആ അജണ്ടയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ലക്ഷ്യബോധമുള്ളവരാവുക എന്ന് പറഞ്ഞ. ലക്ഷ്യമില്ലാത്തവൻ എന്തും ആവേ. ഹലോ, ലക്ഷ്യമില്ലാത്തവൻ എന്തും കാണാം, എന്തും കേൾക്കാം, എന്തും പറയാം, എങ്ങനെയും ജീവിക്കാം. നമ്മൾ കുട്ടികളൊക്കെ പറയും, എല്ലാവരും ഈ കാലത്ത് നിങ്ങൾക്ക് അറിയില്ല, എല്ലാവരും ഇങ്ങനെ മുടി വെട്ടുന്നത്, എല്ലാവരും ഇങ്ങനെയാണ് ഉടുപ്പ് ധരിക്കുന്നത്, എല്ലാവരും കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്, എന്താ നമുക്ക് മാത്രം എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്തവന് എന്തിലേയും പോകാം, എങ്ങനെയും ആകാം. ഒരു ലക്ഷ്യമുള്ളവനെ
ആ വഴിയിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആ ലക്ഷ്യം എന്താണ്? സ്വർഗാണ്. അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വലിന്റെയും എയിമാണ് സ്വർഗം നേടുക എന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമം, പഠനം, പ്രവൃത്തി, വിശ്രമമില്ലാത്ത അധ്വാനം അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. അതിനൊരാൾ തള്ളാൻ വേണ്ടി കാത്തിരിക്കരുത്, ഒരാൾ ഫോളോ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്, ഒരാളും നിർബന്ധിക്കാൻ കാത്തിരിക്കരുത്. അത് നമ്മുടെ സ്വന്തം ആവശ്യമായിട്ട് മാറണം. അപ്പോഴാണ് നമ്മൾ ലക്ഷ്യബോധമുള്ളവരാകുക. വിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ വത്മഅന്നൂ ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. എന്നെ കണ്ടുമുട്ടണം എന്നത് മറന്നുപോയ ആൾക്കാർ, ദുനിയാവിനോട് അമിത താല്പര്യം കാണിച്ച് അതിലേക്ക് കുനിഞ്ഞു പോയവർ അല്ലേ? ഹെൽത്തി ആയിരിക്കണം, ബ്യൂട്ടി ആയിരിക്കണം, റിച്ച് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം. എന്താ എൻ്റെ അജണ്ട? ഫുള്ള് ദുനിയാവിൽ കേന്ദ്രീകൃതമായ അജണ്ട മാത്രം. അതിലേക്ക് കുനിഞ്ഞു പോയ ആൾക്കാർ, അവർ ദീനിന്റെ ആയത്തുകളെ കുറിച്ച് അശ്രദ്ധരാണ്, പരലോകത്തെക്കുറിച്ച് അശ്രദ്ധരാണ്, സ്വർഗ നരകങ്ങളെക്കുറിച്ച് അശ്രദ്ധരാണ്, അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധരാണ്. അവർ സുഖിച്ചും രസിച്ചും രമിച്ചും ജീവിക്കാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കാണാം, ഒരു ബീച്ചിൽ പോയാൽ കാണാം, ഒരു ഷോപ്പിംഗ് മാളിൽ പോയാൽ കാണാം. രസിക്കാനും സുഖിക്കാനും അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്താ അള്ളാഹ് അവരെ കുറിച്ച് പറഞ്ഞത്? അവർക്ക് കഠിനമായ നരകമുണ്ട്. എന്താ അവരുടെ പ്രശ്നം? അള്ളാഹിനെ കണ്ടുമുട്ടണം എന്നൊരു ബോധമല്ലാണ്ട് ദുനിയാവിലേക്ക് കുനിഞ്ഞു പോയ ആൾക്കാരാണ് അവര്. ദുനിയാവിലെ ഏണിങ്സ് അതിങ്ങനെ കിട്ടുമ്പോൾ അവർ സന്തോഷിതരാകും, അത് മിസ്സാകുമ്പോൾ അവർക്ക് നിരാശ ഉണ്ടാവും. എന്നാ നിസ്കരിച്ചില്ലെങ്കിൽ വിഷമല്ല, നിസ്കരിച്ചാ പ്രത്യേകിച്ച് സന്തോഷമില്ല. ദീന് പാലിക്കാൻ പറ്റിയല്ലോ, ക്ലാസ് കേൾക്കാൻ പറ്റിയല്ലോ, സഹായിക്കാൻ പറ്റിയല്ലോ, അങ്ങനെ നന്മകൾ ചെയ്യാൻ പറ്റിയല്ലോ, റമദാൻ വരികയാണല്ലോ, ഇൻഷാ അല്ലാഹ് ഇനി നോമ്പ് നോൽക്കാമല്ലോ. ഇല്ല, അങ്ങനെ ചിന്തല്ല. ഇനി പട്ടിണി അടക്കണല്ലോ പടച്ചോനെ അല്ലേ? എന്നാ ദുനിയാവിലെ ഏണിങ്സിലോ അവർ ഹാപ്പിയാണ്. തരത്തിലുള്ള ആളുകൾ നരകത്തിലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. കുടുംബസമേതം ആ ഒരു ലക്ഷ്യത്തിലേക്ക് വരണം. എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മളെ വീട്ടിൽ ഇപ്പം എത്ര ആളുണ്ട്? അതിൽ ബാപ്പ മരിക്കണം എന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഉമ്മ മരിക്കണം ആലോചിച്ച് നോക്കി. കുട്ടികളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ആദ്യം ഉപ്പ മരിക്കും, പിന്നെ ഉമ്മ മരിക്കും, പിന്നെ വലിയ കുട്ടി മരിക്കും, പിന്നെ രണ്ടാമത്തെ ആൾ മരിക്കും, പിന്നെ മൂന്നാമത്തെ ആൾ മരിക്കും, ലാസ്റ്റ് ഞാൻ ചെറിയ കുട്ടി, അപ്പം ഞാനാ ലാസ്റ്റ് മരിക്കുക. അങ്ങനൊന്നുമില്ല. ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും മരിക്കുക അല്ലേ? ബെഡിൽ പാമ്പേഴ്സ് ഇട്ട് ഉറങ്ങുന്ന നമ്മുടെ കുട്ടികൾ മരിച്ചിട്ടുണ്ടാവും, അല്ലെ മരിച്ചു കിടക്കും എന്ന് നമ്മൾ ആരെയും ചിന്തിക്കലുണ്ടോ? ഉണ്ടോ? ആലോചിക്കലുണ്ടോ? ഇല്ല. കുട്ടികളൊന്നും മരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറേ ഇല്ല. ആരും മരിക്കും. ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയി, കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ അടുത്ത ആൾ പോയി, കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ അടുത്ത ആൾ പോയി. ഓരോരുത്തരും പോകുമ്പോൾ ഒക്കെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരുമിക്കണം. അതിനാണ് ഇത്ര റിസ്ക് എടുത്ത് വീടും കുടിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ. അല്ല അപ്പൊ ഇവിടെ തിന്നു കുടിക്കാനാ? ആരാ ഇപ്പൊ ഇവിടെ ഹാപ്പി ആയിട്ടുള്ളത്? ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ പോലും ഹാപ്പി അല്ല. മനസ്സിലായില്ലേ? ലോകത്തിന് ഹാപ്പിനെസ് നേടിയെടുക്കാനുള്ള വഴികൾ കാണിച്ചു കൊടുത്ത ആൾക്കാർ പോലും അസ്വസ്ഥരാണ്. പിന്നെന്താ ഉള്ളത്? ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടെ ജീവിച്ച് വളർന്ന് വലുതായി നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരുമിച്ച് മരിച്ചാലും. താനൂർ അങ്ങനെ ഉണ്ടായത്. ഒരു കുടുംബം ഒരുമിച്ച് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബോട്ട് മുങ്ങിയിട്ട് ഒരുമിച്ചാണ് മരിച്ചു. ഒരു കുടുംബത്തിൽ 9 പേർ മരിച്ചു. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആയാലും ഡയറക്റ്റ് നേരെ സ്വർഗത്തേക്ക് പോകാൻ പറ്റണം. റസൂലുള്ളാഹി മരിക്കാൻ കിടക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കണ്ട് ഫാത്തിമ പറയാണ്, എൻ്റെ പിതാവ് എത്ര വലിയ വേദനയാണ് അനുഭവിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറഞ്ഞു, പൊന്നുമോളെ ഫാത്തിമ, ലാ കർബ അബീക ബഅദൽ യൗം. ഉപ്പാക്കിനി ഇന്നത്തെ ദിവസത്തിന് ശേഷം വേദന അല്ലട്ടോ മോളെ. ഉപ്പാക്ക് ഇന്നേ വേദനയുള്ളൂ, ഇനി വേദന ഇല്ല. ഇപ്പൊ നല്ല വേദന ഉണ്ട്, പക്ഷെ ഇനി വേദന ഉണ്ടാവൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അള്ളാഹു പരലോകത്തുള്ള സ്വർഗം കാണിച്ചെന്ന്
ദുനിയാവിലുള്ള സൗകര്യം കാണിച്ചെന്ന് ഞാൻ സ്വർഗം ചൂസ് ചെയ്ത്. അങ്ങനെയാണ് പ്രവാചകൻ മരിച്ചുപോയത്. അങ്ങനെ മരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹ് ഫാത്തിമയെ വിളിച്ചിട്ട് പറയാണ്, പൊന്നുമോളെ ഫാത്തിമ, ഉപ്പ മരിക്കുകയാണ്. ഫാത്തിമ കരഞ്ഞു. പിന്നെയും വിളിച്ചു, കാതിൽ സ്വകാര്യം പറഞ്ഞു, പൊന്നുമോളെ ഫാത്തിമ, ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് വന്നു ചേരുന്നത് മോളെ നീയായിരിക്കും. അപ്പൊ ഫാത്തിമ ചിരിച്ചു. ആദ്യം കരഞ്ഞു, പിന്നെ ചിരിച്ചു. നബിന്റെ മയ്യത്തൊക്കെ ഖബറടക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആളുകൾ വന്ന് ചോദിച്ചതാണ്, എന്തിനാ നിങ്ങൾ ആദ്യം ചിരിച്ചത് പിന്നെ കരഞ്ഞത്? നബി എന്താ പറഞ്ഞത്? എനിക്കിനി വേദനയില്ല. നബി സ്വർഗത്തിക്ക. പിന്നെ മോളെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? മോളെ, ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് എന്നിലേക്ക് ചേരുന്നത് നീയായിരിക്കും. അപ്പൊ എന്താ? നബി മരിച്ചു പോയെങ്കിലും മരിച്ച നബിയുടെ അടുത്തേക്ക് എത്താം അല്ലേ? ബാപ്പ മരിച്ചാൽ ബാപ്പാക്ക് സ്വർഗം കിട്ടണം അല്ലേ? മക്കൾക്ക് സമാധാനിക്കാൻ പറ്റണം. നമ്മൾ നല്ലവരായി ജീവിച്ചിട്ട് ബാപ്പയിലേക്ക് ചെന്ന് ചേരാം. നബിന്റെ ക്ലാസ്സിൽ ഒരു ആള് വരും. അദ്ദേഹത്തിന് ചെറിയ കുഞ്ഞൊക്കെ ഉണ്ട്. ആ കുഞ്ഞിങ്ങനെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിക്ക് വരവ് നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ വരാത്തത്? സഹാബത്ത് പറഞ്ഞു, നബി, അയാളുടെ കുഞ്ഞ് മരിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക, സഹോദരാ, നിന്റെ മോനെ നിന്റെ കൂടെ വളർന്ന് വലുതായി നിനക്ക് സംരക്ഷണവും സഹായവുമായി മാറുന്നതാണോ നിനക്ക് സന്തോഷം? അതായത് മരിക്കാണ്ട് എൻ്റെ കൂടെ നിൽക്കലാണോ എനിക്ക് സന്തോഷം? അതല്ല, നിന്റെ മോന് മരണപ്പെട്ടു പോയിട്ട് നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്നെയും കാത്തു നിൽക്കുന്നതാണോ സന്തോഷം? അദ്ദേഹം പറഞ്ഞു, നബിയെ, അങ്ങനുണ്ടെങ്കിൽ എൻ്റെ മോന് സ്വർഗത്തിന് മുന്നിൽ എന്നെ കാത്തിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. അള്ളാഹിന്റെ പ്രവാചകൻ പറയാണ്, എങ്കിൽ താങ്കൾ വിഷമിക്കണ്ട, നിങ്ങളുടെ മോൻ സ്വർഗത്തിന്റെ കോലായിൽ നിങ്ങളെയും കാത്തിരിക്കും. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് എന്താ ചോദിച്ചറിയോ? അള്ളാന്റെ റസൂലേ, ഇത് അദ്ദേഹത്തിന് മാത്രം ഖാസാണോ? ഞങ്ങളുടെയൊക്കെ മക്കൾ മരിച്ചാൽ അവർ ഞങ്ങളെ കാത്തിരിക്കുമോ? ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? പ്രവാചകൻ പറഞ്ഞു, അതെ, എല്ലാവർക്കും ഉള്ളതാണ്. മനസ്സിലായില്ലേ? ചോദിക്കുന്ന കേട്ടില്ല നിങ്ങള്? ഏത്? വയനാടൊക്കെ ദുരന്തത്തില് പിഞ്ചു പൈതങ്ങള് മരണപ്പെട്ടിട്ട് അവരുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറിയിട്ട് കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ? നിങ്ങളെ ദൈവം എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത്. പരലോകമില്ലാത്തവന് ക്രൂരതയാണ് അല്ലേ? അല്ല തന്നെ ഇല്ല എന്ന് പറയുന്നവനാ ചോദിക്കാനുള്ള റൈറ്റ് തന്നെയല്ല അല്ലേ? നിങ്ങളെ പടച്ചോൻ എന്ത് ക്രൂരനാണ് എന്ന് പറഞ്ഞാൽ പടച്ചോൻ തന്നെ അല്ല എന്ന് പറയണോന് ഇത് ചെയ്തത് പടച്ചോനാണെന്ന് പറയാൻ പറ്റുമോ? ഇത് ശിക്ഷയാണെന്ന് പറയാൻ പറ്റുമോ? പരീക്ഷണമാകാം, ശിക്ഷയാകാം, ഇതൊക്കെ അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. ഇനി പരീക്ഷണമാണെങ്കിൽ അല്ലേ, എന്താണെങ്കിലും ഒരു വിശ്വാസിയുടെ ഈമാൻ എന്താണ്? ഈ ദുനിയാവിൽ നിന്ന് മണ്ണിടിഞ്ഞ് മരിച്ചാൽ ഷഹീദാണ് അല്ലേ? കുഞ്ഞ് മരിച്ചാൽ സ്വർഗമാണ്. മരിച്ച കുഞ്ഞിന്റെ വ്യഥയിൽ ഉമ്മയും ഉപ്പയും അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും സ്വർഗത്തിൽ ബൈത്തുൽ ഹംദാകുന്ന വീടാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ബാപ്പ മരിക്കുക, മക്കൾ മരിക്കുക, കുടുംബം മരിക്കുക, ആര് മരിച്ചാലും സ്വർഗത്തേക്ക് ചെന്നിങ്ങനെ ചേരണം. സ്വർഗത്തിന് ചെന്ന് ചേരണം. അല്ലാതെ ഇപ്പം എന്താണ്, ഒരു 10-60 കൊല്ലം നമ്മൾ ഒരുമിച്ച് സ്നേഹിച്ച് ലാളിച്ച് സന്തോഷിച്ചില്ലേ? കുഞ്ഞുങ്ങളോടൊക്കെ എത്ര ഇഷ്ടമാണ് നമുക്ക്. പക്ഷെ ഈ കുഞ്ഞ് നാളെ നരകത്തിലാണെങ്കിൽ, നമ്മുടെ ഭർത്താവ് നരകത്തിലാണെങ്കിൽ, ഭാര്യ നരകത്തിലാണെങ്കിൽ, സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ നരകത്തിലാണെങ്കിൽ, അതുകൊണ്ട് സ്വർഗം നമ്മുടെ അജണ്ടയാകണം. സ്വർഗം അജണ്ടയാകണം എന്ന് പറയുമ്പോൾ എന്താ പറയുക? അത് ബുദ്ധിയാണ്. ബുദ്ധി എന്താ? ഇപ്പോഴാണെങ്കിൽ എനിക്കൊരു എക്ലെയർ തരാ, 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഐസ്ക്രീം തരാ. ഒരു കുട്ടി ഏതിനാ വെയിറ്റ് ചെയ്യുക? 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഐസ്ക്രീമിന് വെയിറ്റ് ചെയ്യില്ലേ അല്ലേ? അപ്പൊ സഹോദരന്മാരെ, സ്വർഗന്താ ഈ 10-60 കൊല്ലം കഷ്ടപ്പെട്ട് ജീവിച്ചാല്, ശ്രദ്ധിച്ച് ജീവിച്ചാല്, അതോടൊപ്പം നിനക്ക് അള്ളാഹു അനുവദിച്ചത് നിനക്ക് നുകരാനും പറ്റും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നീ ജീവിച്ചാല്
നിനക്ക് യാതൊരു വിഷമവുമില്ലാത്ത നീ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന സ്വർഗം കിട്ടും. ഇവിടെ നമുക്ക് ഒരുപാട് പേടികളുണ്ട് അല്ലേ? ദാരിദ്ര്യം, രോഗം, പട്ടിണി, സാമ്പത്തിക ഫിനാൻഷ്യൽ ക്രൈസിസ്, കമ്മ്യൂണൽ ഇഷ്യൂസ്. ഇവിടെ നമുക്ക് മുസ്ലിങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് പേടികളുണ്ട്. നമ്മൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? ഉണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ ഉണ്ടാകരുത് എന്ന് ബാധിക്കരുതെന്ന് വിചാരിക്കണ കാര്യങ്ങൾ നമ്മളെ ബാധിക്കും. അതാണ് ഈ ദുനിയാവ് നമ്മളെ പഠിപ്പിച്ച പാഠം അല്ലേ? എന്നാൽ സ്വർഗത്തിൽ നമ്മൾ ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ ഈ ദുനിയാവിന്റെ പ്രത്യേകത എന്താണ്? ഈ ദുനിയാവിൽ നമ്മൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യമുണ്ട് അല്ലേ? മനസ്സമാധാനം, സന്തോഷം, പൂർണ്ണ ആരോഗ്യം, ദുഃഖമില്ലാത്ത അവസ്ഥ, മരണമില്ലാത്ത അവസ്ഥ, വാർദ്ധക്യമില്ലാത്ത അവസ്ഥ, ശത്രുക്കളില്ലാത്ത അവസ്ഥ, അസ്വസ്ഥതകളില്ലാത്ത അവസ്ഥ, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കണില്ലേ? ഉണ്ട്. ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന കാര്യം ഉണ്ടാവും ചെയ്യും, ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന കാര്യം ഉണ്ടാവില്ല. അതാണ് ഈ ദുനിയാവിന്റെ പ്രത്യേകത. എന്നാൽ സ്വർഗം അങ്ങനെയല്ല. സ്വർഗം എങ്ങനെയാണ്? വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവിടെ ഉണ്ട്. നോട്ട് ദി പോയിന്റ്. നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെയുണ്ട്. മനസ്സിലായില്ലേ? ലാ യമസ്സുഹും ഫീഹാ നസബുൻ. യാതൊരു വിഷമവും അവിടെ ബാധിക്കുകയില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ഒരു വേണ്ടാത്ത വർത്താനമില്ല, ഒരു തെറിവിളില്ല, ആക്ഷേപമല്ല, ഒരു ഭീതി പരക്കലില്ല, വേണ്ടാത്തൊന്നുമില്ല. എന്നാ വേണ്ടതല്ലാണ്ട്, ചോദിക്കണതല്ലാണ്ട്, ആഗ്രഹിക്കണതെല്ലാം ഉണ്ട്. അതാണ് സ്വർഗം. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലൂടെ കിട്ടുന്ന ചെറിയ ആനന്ദവും സുഖം, അതല്ലേ ദുനിയാവിലുള്ളത് അല്ലേ? ഒരു പല്ലുവേദന വന്നാൽ മുമ്പിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വിരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതന്നെ എത്ര കഠിനമാണ് അല്ലേ? അപ്പോൾ ആ ഒരു ബലഹീനതയുള്ള ഈ ലോകത്തെ സുഖങ്ങളെ ലക്ഷ്യം വെക്കണം എന്ന് പറയുന്നത് വിവരക്കേടാണ്. അറ്റമില്ലാത്ത സുഖം, അതാണ് സ്വർഗം. അത് നമുക്ക് കിട്ടണം, അത് നമ്മൾ ലക്ഷ്യം വെക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താ? ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒരു പഠനം നടക്കണം അല്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നമ്മളൊക്കെ പരമ്പരാഗതമായി ഇസ്ലാം സ്വീകരിക്കുന്ന ആൾക്കാർ, പുതിയതായി മാറിയ ആൾക്കാരാണ്, ഒരു പഠിച്ച് വളർന്ന് ഇതായ ആൾക്കാരാണ്. എന്നാൽ പരമ്പരാഗതമായി വന്ന ആൾക്കാർ എന്താ വിചാരിക്കുക? നമ്മളെ പള്ളി, നമ്മുടെ ഉസ്താദ്, നമ്മുടെ തറവാട്, നമ്മുടെ മഹല്ല് അല്ലെ, നമ്മളതായി അറിയപ്പെടുന്ന കുറെ പുസ്തകങ്ങൾ, അതൊക്കെ തന്നെ. കൃത്യമായി അറിവില്ലാതെ, ധാരണയില്ലാതെ മുന്നോട്ട് പോണ കുറെ ആൾക്കാർ. ലോകത്തെക്കുറിച്ച് നല്ല വിവരം ഉണ്ടാവും. AI അതിൻ്റെ എല്ലാ സാധ്യതകളും സാധുതകളും പഠിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിവില്ലാത്ത അവസ്ഥ. സ്വർഗം ലക്ഷ്യം വെക്കുന്ന ആൾക്കാർ ആ വഴിയെക്കുറിച്ച് പഠിക്കണം. സ്വർഗത്തേക്കുള്ള വഴി എവിടെയുള്ളത്? ഖുർആനിലും സുന്നത്തിലാണ്. ഖുർആനിലും സുന്നത്തിലാണ്. ഭൂരിഭാഗം ആളുകളും ഖുർആനും സുന്നത്തും നോക്കിയിട്ടല്ല അവരുടെ വിശ്വാസം ശരിപ്പെടുത്തിയത്, അവരുടെ കർമ്മങ്ങൾ ശരിപ്പെടുത്തിയത്, അവർ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്നത്. അവർ പ്രമാണം പഠിച്ചിട്ടല്ല, മറിച്ച് പാരമ്പര്യം ഫോളോ ചെയ്യാണ്. പാരമ്പര്യം ഫോളോ ചെയ്യാണ്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞില്ലേ, ഖാലൂ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങൾ ഞങ്ങളുടെ കാക്ക കാരണവന്മാരെയാണ് പിൻപറ്റുന്നത്. അതഅനാ സാദതന വകുബറാഅന ഫഅദല്ലൂന സബീല. പരലോകത്ത് വെച്ച് ചില ആൾക്കാർ പറയും, പഠിച്ചോനെ
ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെയും ഞങ്ങളുടെ സംഘടനാ നേതാക്കന്മാരെയൊക്കെ അനുസരിച്ചു പോയത് കൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിലെത്തിയത്. അവർ ഞങ്ങളെ സന്മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു പടച്ചോനെ. അങ്ങനെ ആരും പറയാൻ നിൽക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു പച്ചക്കത് എടുത്തു പറഞ്ഞത്. ആരും നേതാക്കന്മാരെ അന്ധമായി അനുകരിക്കേണ്ട, പണ്ഡിതന്മാരെ അന്ധമായി അനുകരിക്കേണ്ട, കാരണവന്മാരെ അനുകരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നബിന്റെ പ്രപിതാക്കൾ ആരാ? ബാപ്പ എവിടെയാ? വല്ലിപ്പ എവിടെയാ? വല്ലിപ്പന്റെ മുകളിലുള്ള പിതാക്കന്മാരെവിടെയാ? പഠിക്കണ്ടേ? സഹാബത്തിന്റെ പിതാക്കന്മാർ എവിടെയാ? പാരമ്പര്യമാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ പിതാവ് എവിടെയാ? യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. പൊന്നുപ്പ, എന്തിനാണ് കേൾക്കാത്ത, കാണാത്ത, ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ നിങ്ങൾ പൂജിക്കുന്നത്? ലാ തഅബുദി ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ആരാധിച്ചു കൂടാ. പാപ്പാനോട് ആര്? ഇബ്രാഹിം. പാപ്പാരാ? വിഗ്രഹപൂജകനായ, വിഗ്രഹ നിർമ്മാതാവായ ആസർ. ഞാൻ എൻ്റെ ബാപ്പന്റെ മാതൃകയിലാണ്, വല്ലിപ്പയുടെ മാതൃകയിലാണ്. അവരാണ് ഞങ്ങൾ മുൻകടന്നു പോയത്. അവര് നരകത്തിലാണ്, ഞങ്ങളും നരകത്തിലായിക്കോട്ടെ. പ്രസ്താവിക്കുന്ന ആൾക്കാരില്ലേ, അവർ ഖുർആൻ പഠിക്കണം. ഖുർആൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഖുർആൻ പറയുന്നത് ഫത്തബിഊ, നിങ്ങൾ ഖുർആൻ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, അതല്ലാത്ത വഴികളെ നിങ്ങൾ ഫോളോ ചെയ്തുകൂടാ. ഫതഫറഖ ബികും അൻ സബീലി, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഫിർഖത്തുണ്ടാകും, ഭിന്നിപ്പുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഭിന്നിപ്പൊക്കെ നിങ്ങൾ ചിന്തിച്ചണ? ഖുർആനും സുന്നത്തും ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് വിവിധ ഘടകങ്ങളുണ്ടായി, സംഘടനകളുണ്ടായി, പാർട്ടികളുണ്ടായി, പള്ളികളുണ്ടായി? ഈ ഖുർആനും സുന്നത്തും ഫോളോ ചെയ്യുന്നതിന് പകരം അവിടെ പാരമ്പര്യമെടുത്തു. അവരും ഇവരും, ഇന്ന ഹോജ, ഇന്ന ഔലിയ, ഇന്ന തങ്ങൾ, ഇന്ന ബീവി, ഇന്ന മഹാൻ, പേരും ഊരുമില്ലാത്ത കുറെ ആളുകളുടെ പേരും പറഞ്ഞ് അടിച്ചിറക്കിയ കള്ളക്കഥകളിലേക്ക് ആളുകൾ പോയി. മഗ്‌രിബിന് ശേഷം ഖുർആൻ ഓതണി പകരം മൗലിദ് കിതാബ് വായിക്കാൻ തുടങ്ങി. നബിക്ക് പരിചയമുണ്ടോ? സഹാബത്ത് ഓതിയിട്ടുണ്ടോ? താബികൾ ഓതിയിട്ടുണ്ടോ? തബഉ താബികൾ ഓതിയിട്ടുണ്ടോ? ഈ വ്യാഴാഴ്ച അല്ലെ വെള്ളിയാഴ്ച രാവിൽ പള്ളികളിൽ നടക്കുന്ന ഖുതുബിയ്യത്ത് സഹാബത്തിന് പരിചയമുണ്ടോ? മദീന പള്ളിയിൽ നടന്നിട്ടുണ്ടോ? ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടോ? സ്വർഗം വേണം എല്ലാവർക്കും അല്ലേ? എല്ലാവർക്കും സ്വർഗം വേണം. സ്വർഗത്തേക്ക് എങ്ങനെ എത്തുക? സ്വർഗത്തിലേക്കുള്ള വഴി ഖുർആന്റെ വഴിയാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ സമാധാനത്തിന്റെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഖുർആൻ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും. പ്രവാചകന്റെ ചര്യ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ദാ ഞാൻ മരിച്ചു പോവാ, രണ്ട് കാര്യം ഞാൻ വിട്ടേച്ച് പോകണം. ആ രണ്ട് കാര്യം നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ പിഴച്ചു പോകൂല, നിങ്ങൾ നേരെ സ്വർഗത്തേക്ക് പോവും. ഏതാണ് ആ കാര്യം? ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ശബ്ദം അടുത്ത് നിന്നും അകലെ നിന്നും കേൾക്കുന്നവരെ, നാളെ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാണുന്നവരെ ഞാൻ ചോദിക്കുകയാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്ന ഖുർആനും ഹദീസും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഉമ്മയും ഉപ്പയും മക്കളും പഠിക്കുന്നുണ്ടോ? ജോലി പഠിക്കുന്നുണ്ട് അല്ലെ, സ്കൂള് പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. ദീന് പഠിക്കുന്നുണ്ടോ? നമ്മുടെ ക്രയവിക്രയങ്ങളിൽ, ജീവിത ഇടപാടുകളിൽ, ഓരോ കാര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്കറിയോ? അറിയുമോ? അതുകൊണ്ട് ലക്ഷ്യം സ്വർഗമായാൽ മാത്രം പോരാ,
ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിഞ്ഞ മാർഗമാണ്. ആ മാർഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പൊ എങ്ങനെ പഠിക്കാം? എങ്ങനെ ഉമ്മമാരെ പഠിക്കുക? എങ്ങനെയാ സഹോദരന്മാരെ പഠിക്കുക? എങ്ങനെ പഠിക്കുക? ആരെങ്കിലും വിളിക്കട്ടെ, അല്ലേ? കാത്തിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വരട്ടെ, അന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു പോവും. പഠിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അമാനി മൗലവിയുടെ തഫ്സീറുണ്ട്. മിനിമം 6000 ചില്ലാനം ആയത്തുകളുടെ വ്യാഖ്യാനം പഠിക്കാം, അല്ലേ? വായിച്ചു പഠിക്കാം. പീസ് റേഡിയോയിലൂടെ കേട്ട് പഠിക്കാം. യൂട്യൂബിലൂടെ ശരിയായ നിലക്ക് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുടെ നിരവധി ക്ലാസ്സുകളുണ്ട്, പഠിക്കാം. ഖുർആൻ പഠിക്കാം, ഹദീസ് പഠിക്കാം, പുസ്തകങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്. നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ശരിയായ സോഴ്സിലൂടെ പഠിപ്പിക്കുന്ന നിരവധി കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാം. കുട്ടിയെ കൊണ്ട് സ്കൂളിൽ ചേർത്തില്ലേ, ഇതേപോലെ പീസ് റേഡിയോയിലെ കോഴ്സ് ചേരുക. നാട്ടില് ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, ആ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുക. എന്നിട്ട് നമ്മൾ നിത്യ ഓതുന്ന ഫാത്തിഹന്റെ അർത്ഥം അതുപോലും അറിയില്ലല്ലോ ആൾക്കാർക്ക്, അല്ലേ? അതുപോലും അറിയില്ല. ആ ഫാത്തിഹ തന്നെ മതി ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാൻ. കാരണം അതിനകത്ത് തൗഹീദുണ്ട്, അതിനകത്ത് സുന്നത്തുണ്ട്, അതിനകത്ത് ഇസ്ലാം സമ്പൂർണമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫാത്തിഹനെ കുറിച്ച് പറഞ്ഞത് ഉമ്മുൽ കിതാബ്. ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകളെയും ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഒരു മജ്ജയാണ് ഫാത്തിഹ. 17 തവണ ഓതുന്ന ഫാത്തിഹന്റെ അർത്ഥം, ആശയം, വിശദീകരണം അതുപോലും അറിയില്ല. ചെറിയ സൂറത്തുകളുടെ ആശയങ്ങൾ അറിയില്ല, അല്ലെ? നിത്യജീവിതത്തിലെ ഇസ്ലാമിക മര്യാദകൾ അറിയില്ല. ജഹിലാണ്. ലോകാവസാനം ഉമ്മത്ത് മുഹമ്മദിനെ ബാധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അത് ജഹിലാണ്, വിവരമില്ലായ്മയാണ്. വിവരമില്ലായ്മ ഒരു മനുഷ്യനെ ശിർക്ക് എത്തിക്കും, കുഫ്ർക്ക് എത്തിക്കും, വൻ പാപങ്ങളിലേക്ക് എത്തിക്കും, ചെറിയ പാപങ്ങളിലേക്ക് എത്തിക്കും, ആളെ ഇസ്ലാമെന്ന് മുർത്തദാക്കി കളയും വിവരമില്ലായ്മ. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി നമ്മൾ പഠിക്കാം. ആ വഴി എവിടെയുള്ളത്? ഖുർആനിലും സുന്നത്തിലുമാണുള്ളത്. ഖുർആനിലും സുന്നത്തിലുമാണുള്ളത്. അത് നേർക്കുനേരെ പഠിക്കണം. ഒരാൾക്കത് മാറ്റം വരുത്താൻ പറ്റൂല, ദുർവ്യാഖ്യാനിക്കാൻ പറ്റൂല. സ്വന്തം ആശയങ്ങൾക്ക് വേണ്ടി, ആദർശങ്ങൾക്ക് വേണ്ടി അതിനെ കോട്ടിമാട്ടാതെ നേർക്കുനേരെ. കാരണം നമ്മൾ ഇന്നല്ലേ നാളെ മരിക്കും. നമുക്ക് മാത്രം ജീവിച്ചാൽ പോരാ, ലോകാവസാനിക്കും വരെ ഈ ഖുർആൻ ഇവിടെ നിലനിൽക്കണം, വേണ്ടേ? അതുകൊണ്ട് അത് ദുർവ്യാഖ്യാനമില്ലാതെ നേർക്കുനേരെ പഠിക്കണം. എങ്ങനെയാ? ഖുർആന്റെ ആയത്തുകൊണ്ട് വ്യാഖ്യാനിക്കാം. എനിക്ക് തോന്നുന്നത് എന്നല്ല, ഖുർആന്റെ ആയത്തുകൊണ്ട് വ്യാഖ്യാനിക്കാം. ഖുർആനിനെ പ്രവാചകന്റെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്ക. വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീല തേടണം. ആയത്താണ്. ആര് ഓതി? നബി ഓതി. ആര് കേട്ടു? സഹാബത്ത് കേട്ടു. എന്നിട്ടവർ എന്ത് ചെയ്തു? പടച്ചോനെ, ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ എന്ന് പറഞ്ഞിട്ട് മഹാന്മാരെ തവസ്സുലാക്കിയോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ ആയത്തിൽ നിന്ന് അത് കിട്ടൂല. ആ ആയത്തിൽ നിന്ന് കിട്ടൂല. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, കാരുണ്യം കൊണ്ട് താങ്കൾക്ക് ഖുർആൻ വന്നിട്ടുണ്ട്. ഫബിദാലിക ഫല്യഫ്റഹൂ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ട് മൗലവി, ഉണ്ട്. എവിടെ? ഇദാ ഫബിദാലിക ഫല്യഫ്റഹൂ, നിങ്ങൾ അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് ഖുർആനിലുണ്ട്. ആണോ? എന്നാൽ ആ ഖുർആന്റെ ആയത്ത് ആദ്യം ഓതിയത് ആരാ? നബിയാണ്. നബി ഒരു കാരക്ക ചീന്തെങ്കിലും കൊടുത്തോ? ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. അപ്പൊ പറയത് മോശല്ലേ, എന്റെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ മോശല്ലേ? ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ അവരല്ലേ സ്വീറ്റ് കൊടുക്കുന്നത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് അതിലെന്ത് മോശമാണുള്ളത്?
അള്ളാഹുവിന്റെ പ്രവാചകൻ എൻ്റെ പേരിൽ നിങ്ങൾ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ പിശുക്കനാണെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞ നബിക്ക് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് കാരൊക്കെ കൊടുത്തൂടെ? കൊടുക്കാം. മക്കളുണ്ടായാൽ അക്കൈക്ക അറുത്ത് വിതരണം ചെയ്യുകയോ തിന്നുകയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞില്ല ഇസ്ലാം. അങ്ങനെ പറഞ്ഞ ഇസ്ലാമിൽ എന്ത് തടസ്സമുള്ളത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഈത്തപ്പഴം കൊടുത്തില്ല. സഹാബത്ത് റബീഉൽ അവ്വൽ വന്നപ്പോ മദീന പള്ളി അലങ്കരിച്ചിട്ട് പായസം ഉണ്ടാക്കിയിട്ട് മധുരം വിതരണം ചെയ്തിട്ട് ദഫ് മുട്ടി പാട്ടുപാടിയിട്ട് ജാഥ നടത്തിയിട്ട് അല്ലെ, ആടിനെ അറുത്ത് ഒട്ടകത്തെ അറുത്ത് സദ്യയുണ്ടാക്കിയിട്ട് അവരാഘോഷമാക്കിയോ? ഇല്ല. എന്നാൽ ഫബിദാലിക ഫൽയഫ്റഹൂ, ഇതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന ആയത്തിന്റെ അർത്ഥം അപ്പോൾ അതല്ല. അതിൽ ജന്മദിനാഘോഷമില്ല. അത് പണ്ഡിതന്മാർ ദുർവ്യാഖ്യാനിച്ചതാണ്, പണ്ഡിതന്മാർ ഗവേഷണം ചെയ്തതാണ്. അവർക്ക് ആവശ്യമുള്ള ആശയങ്ങൾ ഖുർആനിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും സ്വർഗത്തിക്കാണെന്ന് പറയുമ്പോ എല്ലാവരും ഖുർആനും സുന്നത്തല്ലേ പറയണത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. അതെ, എല്ലാവരും ഖുർആനും സുന്നത്താണ് പറയണത്. ഖുർആനും സുന്നത്ത് എങ്ങനെയാ പറയേണ്ടത്? നബി എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് അങ്ങനെ വ്യാഖ്യാനിക്കണം. അങ്ങനെയല്ല അധിക പേരും വ്യാഖ്യാനിക്കണേ. അതുപോലെ തന്നെ ഖുർആൻ ആദ്യമായി കേട്ടത് സഹാബത്താണ്. ആ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്ന് നോക്കണം. താബിഈകൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് നോക്കണം. മനസ്സിലാണ്ടാവും. അങ്ങനെ ശരിയായ നിലക്ക് ഖുർആനെയും ഹദീസിനെയും പഠിക്കണം. എന്നിട്ട് നമ്മളൊക്കെ ചെയ്യണം ഓരോ കാര്യത്തിനും തെളിവുണ്ടോ നോക്കണം. ഇമാം നവവി റഹിമഹുല്ല, അദ്ദേഹം ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ഫിഖ്ഹ് ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ട് വുദൂഇന്റെ രൂപം കിതാബ് ത്വഹാറ രചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വഖദ് ഹദഫ്തു ദുആ അൽ-അദാഇ ഇദ് ലാ അസ്ല ലഹു. ഇമാം ഷാഫിഈ വുദൂ എടുക്കുമ്പോൾ, ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ എടുത്തുകൊടുത്ത പ്രാർത്ഥന ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നു. കാരണം ഞാൻ അതിൻ്റെ തെളിവ് നോക്കിയിട്ട് എനിക്ക് കണ്ടിട്ടില്ല, തെളിവ് നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഖുർആനും സുന്നത്തും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് തെളിവുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോണം. അപ്പോഴത് സ്വർഗത്തേക്ക് എത്തുള്ളൂ. ഓരോരുത്തർക്കും തോന്നണം നല്ലതല്ലേ എന്ന് ഓരോരുത്തർക്കും തോന്നിയാൽ 2025 ഒരു കാര്യം നല്ലതല്ലേ എന്ന് തോന്നും. 2050 അന്നത്തെ അവസ്ഥക്കനുസരിച്ച് ഓൽക്ക് നല്ലതല്ലേ തോന്നും, അല്ലേ? അങ്ങനെ മുന്നോട്ട് ലോകം പോകും തോറും ഓരോരുത്തർക്കും നല്ലതല്ലേ എന്ന് തോന്നണമൊക്കെ ദീനിന്റെ പേരിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദീനെന്താവും? അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും നബിയും സഹാബത്തും എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്ത് മുഹമ്മദ് 73 കക്ഷികളാവും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാ. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ആരാ ഒരു വിഭാഗം? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും എങ്ങനെയാണോ ഈ ദീനിനെ നോക്കിക്കണ്ട് മനസ്സിലാക്കിയത് അങ്ങനെ നോക്കിക്കണ്ട് മനസ്സിലാക്കി വിശ്വസിച്ച് ആചരിച്ചു പോകുന്നവർ അവർ മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ. അപ്പോൾ ഖുർആനും സുന്നത്തും നബിയും സഹാബത്തും മനസ്സിലാക്കിയതുപോലെ പഠിച്ച് മനസ്സിലാക്കി സ്വർഗത്തിന്റെ വഴിയിലാണ് നമ്മൾ ഉള്ളതെന്ന് ഉറപ്പിക്കണം. അതാ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്താ അറിയോ? നമ്മുടെ വിശ്വാസം ശരിയാക്കുക എന്നുള്ളത്. വിശ്വാസം ശരിയാക്കുക, അതാ സുഹൃത്തുക്കൾ അടിത്തറ. ഈ വീടിന് എത്രയും പൊക്കാം, പക്ഷെ അതിന്റെ അടിത്തറ എത്ര സെറ്റപ്പ് ഉണ്ട് അതിനനുസരിച്ചേ പൊക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇസ്ലാമിന്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ, ദൈവമില്ല. അത് മാത്രം അംഗീകരിച്ചാൽ നിഷേധിയായി പോകും, അല്ലേ? ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്ന് മാത്രം വിശ്വസിച്ചാലോ അള്ളാഹു ദൈവാണ്, ബാക്കിയുള്ളതൊക്കെ ദൈവാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒന്ന് നിഷേധമാണ്, മറ്റൊന്ന് സർവമത സത്യവാദമാണ്. ഇസ്ലാം എന്താ പഠിപ്പിക്കണേ? ലാ ഇലാഹ, ഒരു ദൈവവുമില്ല, ഇല്ലല്ലാ, പടച്ച റബ്ബല്ലാതെ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് മാത്രമാണ് ആരാധനക്കർഹൻ. ആരാധനയായിട്ട് എന്തെല്ലാം ഉണ്ടത് പടച്ചോന് മാത്രമേ പോകാവൂ. അല്ല കാണുന്നത് പോലെ കാണാൻ,
അല്ല കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അല്ല അറിയുന്നത് പോലെ അറിയാൻ, അല്ല സഹായിക്കുന്ന പോലെ സഹായിക്കാൻ ഒരാൾക്കും തന്നെ പറ്റൂല. അപ്പൊ ചില ആൾക്കാർ പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറ്റുന്ന്. അല്ല കേൾക്കുന്നത് പോലെ കേൾക്കൂല, എന്നാൽ അല്ല കേൾക്കുന്നതെല്ലാം കേൾക്കും. മഹാന്മാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. പോലെ കേൾക്കൂല, എന്നാൽ അല്ല കേൾക്കുന്നത് പോലെ കേൾക്കൂലെങ്കിലും അല്ല കേൾക്കുന്നതെല്ലാം കേൾക്കും. മുഹീദ്ദീൻ ശൈഖ് അല്ല കാണുന്ന പോലെ കാണില്ലെങ്കിലും അല്ല കാണുന്നതെല്ലാം കാണും. മനസ്സിലായില്ലേ? അള്ളാന്റെ കഴിവ് പോലെ കഴിവില്ലെങ്കിലും അള്ളാഹ്ക്ക് കഴിയുന്നതെല്ലാം കഴിയും. ഇതാണ് മഹാന്മാരെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. കാരണം പോലെ എന്ന് ഖുറാനിൽ പറഞ്ഞു, ലൈസക മിസ്ലിഹി ചെയ്യുന്നു, അവനെ പോലെ ഒന്നുമില്ല എന്ന് ഖുറാൻ പറഞ്ഞു. അപ്പൊ പോലെ എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പടച്ചോൻ തന്നെയല്ലേ. അതല്ലേ പച്ച മലയാളത്തിൽ പാട്ടിറങ്ങിയത്. CM പടച്ചോൻ അയച്ചാ പടച്ചോൻ തന്നെയാണ് പറഞ്ഞോന്നല്ലേ പാട്ടിലുള്ളത്. അല്ലേ സഹോദരന്മാരെ? അല്ലാണ്ട് റസൂലേ നിങ്ങളുടെ കാൽക്കൽ വീണ് ഞാൻ തൗബ ചെയ്യുമ്പോൾ തട്ടിമാറ്റല്ലേന്ന് നബിനോട്. എവിടെ പോയി വിശ്വാസികളുടെ വിശ്വാസം? അല്ലേ, ഒരു ജന്തുവിലാണ് വിശ്വാസം, ഒരു മൃഗത്തിലാണ് വിശ്വാസം. പൂച്ച ഒന്ന് വിലങ്ങ് പാഞ്ഞാല് വണ്ടി തിരിച്ചിട്ട് വീട്ടിൽ തന്നെ പാർക്ക് ചെയ്തിരിഞ്ഞ് നാളെ പോവാൻ. അല്ലേ, എവിടെ വിശ്വാസിയുടെ ഈമാൻ? അന്ധവിശ്വാസങ്ങൾ മൂടിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അധിക പേരും ശിർക്ക് വെച്ചുകൊണ്ടാണ് അള്ളാഹിൽ വിശ്വസിക്കുന്നത്. വിശ്വാസം റെഡിയാവണം. ഒരു അന്ധവിശ്വാസവും ഇല്ലാതെ, അന്ധവിശ്വാസത്തിന് ലാഞ്ചനയുമില്ലാതെ, കളങ്കമില്ലാത്ത തൗഹീദ്, അതല്ലേ ഫാത്തിഹയിലുള്ളത്. അതല്ലേ സഹോദരന്മാരെ ഫാത്തിഹ? ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. അല്ലാത്ത ഒരാളോടും ആരാധനയില്ല, പ്രാർത്ഥനയില്ല, സഹായ തേട്ടമില്ല. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിൽ പടച്ചോൻ മാത്രമായിരിക്കണം. കൊച്ചുനാൾ മുതൽക്കേ നമ്മുടെ മക്കൾക്കും അതാ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. പൊന്നുമോനെ, നീ അള്ളാനെ സൂക്ഷിച്ചോ, അല്ല നിന്നെ സംരക്ഷിക്കും. മോനെ, നീ അള്ളാനെ സൂക്ഷിച്ചോ, നിന്റെ എല്ലാ രംഗത്തും അല്ല നിനക്ക് കാവലുണ്ടാകും. മോനെ, നീ അറിയണം, ലോകർ മുഴുവൻ നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു, അല്ല അത് നിനക്ക് വിധിച്ചില്ലെങ്കിൽ ലഭിക്കില്ല. മോനെ, ലോകം മുഴുവൻ നിനക്ക് ഉപദ്രവം വരുത്താൻ തീരുമാനിച്ചു, അള്ളാഹു നിന്നെ അത് ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. മോനെ, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം ഞമ്മക്ക് ഉറക്കണം. അത് ഉറച്ചാലേ പ്രതിസന്ധിയിൽ നമുക്ക് പിടുത്തം കിട്ടും. മനസ്സിലാണ്ടോ? ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും. നിങ്ങളെ ശത്രുക്കൾ വിട്ടിട്ടില്ല, ഇനിയും അവർ വരുന്നുണ്ട് നിങ്ങൾ ആക്രമിക്കാൻ. അപ്പൊ എന്താ വിശ്വാസികൾ പറഞ്ഞത്? ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ കൂടി. ഖാലൂ ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി. 8ഉം 10ഉം 70ഉം കുത്തുകളുമായി രണഭൂമിയിൽ നിന്ന് തിരിച്ചു വരുന്നവരാ. ശത്രുക്കൾ ഇനിയും വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് അല്ലാഹു മതി. അതാ ഈമാന്റെ പ്രത്യേകത. ഈ ഈമാൻ ഉണ്ടെങ്കിൽ എന്താ, നിങ്ങൾ പട്ടിണിയിലും സന്തോഷിക്കാം, ഉപദ്രവം ഏറ്റുവാങ്ങുമ്പോഴും സന്തോഷിക്കാം. ബിലാലിനോട് ചോദിച്ചു, ബിലാൽ കൈഫ സബർത യാ ബിലാൽ, ബിലാലെ നിങ്ങൾ എങ്ങനെയാ ശമിച്ചത്? അതെന്താ പറഞ്ഞറിയോ? മസസ്തു ഹലാവത്തൽ ഈമാനി ബിമറാറത്തിൽ അദാബ്. ശിക്ഷയുടെ കയ്പ് നീരിലേക്ക് ഞാൻ ഈമാനിന്റെ മധുരങ്ങനെ ഒഴിച്ചു കൊടുത്ത്. അപ്പൊ എൻ്റെ ഈമാനിന്റെ മാധുര്യം കൊണ്ട് എൻ്റെ ശിക്ഷയുടെ കയ്പ് ഇല്ലാതായി. തെരുവിലൂടെ വലിച്ചുകൊണ്ടുപോയില്ലേ, ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഉരുട്ടി വിട്ടില്ലേ? അതൊക്കെ എങ്ങനെ സഹിച്ചു? ഈമാൻ കൊണ്ട് സഹിച്ചു. രോഗം വന്നാൽ സഹിക്കാൻ പറ്റും, പട്ടിണി വന്നാൽ സഹിക്കാൻ പറ്റും, ദാരിദ്ര്യം വന്നാൽ സഹിക്കാൻ പറ്റും, പരീക്ഷണങ്ങൾ വന്നാൽ സഹിക്കാൻ പറ്റും. ഈമാൻ വേണം. മനസ്സിലായി? ഈമാൻ വേണം. നമ്മളെ കുട്ടികൾക്കൊക്കെ മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര നിരാശയാണ് അല്ലേ? അധ്വാനിക്കായിട്ട് നിരാശയാണെങ്കിൽ ഓക്കെ, ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് നല്ല ഒരുങ്ങിക്കൊണ്ടി. നല്ലോണം പഠിച്ചിട്ടും ചില കുട്ടികൾക്ക് നിരാശ.
നല്ലോണം പഠിച്ചൊരുങ്ങിയിട്ടും നമുക്ക് ചില സാഹചര്യങ്ങളിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഖദറുല്ലാഹ് വമാ ശാഅ ഫഅല, അള്ളാന്റെ വിധിയാണ്, എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ചെറുപ്പം മുതലേ എന്തെങ്കിലും എങ്ങനെ ആയത് വല്ലാത്തൊരു ദൗർഭാഗ്യമായി പോയി, അങ്ങനെ ആയാൽ മതിയായിരുന്നു, ഇങ്ങനെ ആയാൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ തന്നെ ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് അവർക്ക് കൊടുക്കണത്. പിന്നെ എങ്ങനെ അവർ ഈമാൻ ഉണ്ടാവുക? നമ്മളെന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അള്ളാഹു നിനക്ക് വല്ല ഖൈറും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, ഇതിനേക്കാൾ നല്ലത് പടച്ചോൻ നിനക്ക് വെച്ചിട്ടുണ്ടാവും. എന്നാലും നിനക്ക് എഴുതാൻ പറ്റിയല്ലോ, ഇത്ര വാങ്ങാൻ പറ്റിയല്ലോ, പെർഫോം ചെയ്യാൻ പറ്റിയല്ലോ, പാടാൻ പറ്റിയല്ലോ, പ്രസംഗിക്കാൻ പറ്റിയല്ലോ, ഓതാൻ പറ്റിയല്ലോ, ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റിയല്ലോ. സേ അൽഹംദുലില്ലാഹ്. അതാണ് ഈമാൻ. കുടുംബത്തിന്റെ നെടുന്തൂണ് ഈമാനാ. ബാപ്പക്ക് വേണം, ഉമ്മക്ക് വേണം, മക്കൾക്ക് വേണം. അത് വളർത്തിയെടുക്കാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. എന്താ ദീന്? അല്ലാഹുവിൽ തവക്കുലാക തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. അല്ലാഹുവിൽ തവക്കുലാക. ചോദിക്കണമെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക, പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഈ ഹൃദയത്തിനകത്ത് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും അവരെ അടിമകൾ എന്നുള്ള നിലക്ക്, പടപ്പുകൾ എന്നുള്ള നിലക്ക് അവർക്ക് ഉള്ളതായി കൈവിണ്ടെന്നല്ലാണ്ട് പടച്ചോന്റെ സ്ഥാനത്തേക്ക്, പടച്ചോനിൽ നമ്മൾ ആശ്രയിക്കുന്ന പോലെ ആശ്രയിക്കാൻ, പടച്ചോനെ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാൻ ഒരാൾക്കും പറ്റൂല. അള്ളാന്റെ റസൂല് പോലും. ആരാ അള്ളാന്റെ റസൂല്? സുഹൃത്തുക്കളെ, ഒന്നും വേണ്ട, നിങ്ങൾക്ക് അറിയില്ലേ, മദീനത്തൊരു ജൂത സ്ത്രീ വിഷം കലർത്തിയ മാംസം വെച്ച് സൽക്കരിച്ചിട്ട് നബിക്ക് മനസ്സിലായില്ല, അള്ളാന്റെ റസൂലിന് മനസ്സിലായില്ലാന്ന്. ഈ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ജാറങ്ങളിലേക്ക് ആളുകൾ പോണെന്തിനറിയോ? ആ ഖബറിൽ ഉള്ള മനുഷ്യൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയും, ചോദിച്ചാൽ കേൾക്കും, ഉത്തരം നൽകും, പടച്ചോനോട് നമുക്ക് വേണ്ടി ശുപാർശ പറയും. ഇതന്നെയല്ലേ മക്ക മുശ്രിക്കുകളും പറഞ്ഞ് അള്ളാഹിലേക്ക് അടുപ്പിക്കാനാ വിളിക്കുന്നത് എന്ന്, ശുപാർശകരായിട്ടാ വിളിക്കുന്നത് എന്ന്. പക്ഷെ അവർ ചോദിച്ചത് എന്താണ്? അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യമാണ് അവർ ലാത്തയോടും മുസ്സയോടും ചോദിച്ചത്. ശിർക്കിലേക്ക് പോവാണ്. ഉമ്മത്ത് ശിർക്കിലേക്ക് പോകുമെന്ന് റസൂലുള്ള പ്രവചിച്ചിട്ടുണ്ട്. അത് പച്ചയായി നടക്കാണ്. മദീനയിലേക്ക് പോയിട്ട് ഉംറ ഗ്രൂപ്പിനെയും കൊണ്ട് മദീന പള്ളിയുടെ ഓരത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കാണ്. അങ്ങയോട് കരഞ്ഞു ചോദിച്ചാൽ അങ്ങ് പുറത്തു തരില്ലേ? ആര് പറഞ്ഞു പുറത്തു തരും? അല്ലാഹുവല്ലാതെ ആരാണ് നിന്റെ പാപം പൊറുക്കാനുള്ളത്? ഖുർആനിലെ 6 ചില്ലാൻ ആയത്തില്ലേ? അല്ലാത്ത ആരോടെങ്കിലും വല്ലതും ചോദിക്കാൻ ആ 6 ചില്ലാനം ആയത്തുകളിൽ എവിടെയെങ്കിലും പരാമർശം ഉണ്ടോ? അള്ളാന്റെ റസൂൽ മാതൃകയല്ലേ? നബി അള്ളാഹിനോടല്ലാതെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ടോ? ബദർ കഴിഞ്ഞിട്ടല്ലേ ഉഹുദ് കഴിഞ്ഞത്? ഉഹുദിൽ പ്രയാസമുണ്ടായില്ലേ? ബദരീങ്ങളെ വിളിച്ചോ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ, ഇടനേട്ടം നടത്തിയോ? ഇല്ലല്ലോ. അപ്പൊ എവിടുന്നാ അതിനൊക്കെ തെളിവ്? എവിടുന്നാ തെളിവ്? പഠിച്ചു നോക്കി. ഇതെടുക്കത്തറിയോ? ഷിയാക്കളിലേക്ക്. ഓലാണ് ഇസ്ലാമിന്റെ പേരില് ഖബർ കെട്ടിപ്പൊക്കലും ഖബർ പൂജയും ഖബറാളിയോട് ആരാധിക്കലും ജന്മദിനം ആഘോഷിക്കലും ഒക്കെ തുടങ്ങിയത് ഓല. ഇസ്ലാമിന് പാരമ്പര്യമില്ലാതെ മക്ക ഫത്ഹായപ്പോ റസൂലുള്ളാഹി അലി ഇബ്നു അബി ത്വാലിബിന്റെ കയ്യിൽ കുന്തം കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ചാണിന് മീതെയുള്ള മുഴുവൻ ഖബറുകളും തട്ടി നിരപ്പാക്കണം. മദീന പള്ളിയുടെ പിൻസൈഡിൽ ബഖീൽ ഉറക്കതുണ്ട്, ഒറ്റ ഖബറോട് കെട്ടിപ്പൊക്കിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. അവിടെ സന്ദർശിച്ച് സലാം പറഞ്ഞു പോകാന്നല്ലാതെ അവിടെ ആവശ്യങ്ങൾ പറയലില്ല, നബിയോട് പ്രാർത്ഥിക്കലില്ല. ലാ തജഅൽ ഖബരി വസന യുഅബദ്, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കരുത്. അല്ലേ? ഉമർ ഭരിക്കുമ്പോ അബൂബക്കർ ഖബറിലാണ്, ഉസ്മാൻ ഭരിക്കുമ്പോ ഉമർ ഖബറിലാണ്. അവരാരും മഹാന്മാരല്ലേ? അല്ലേ? ഉമർ മഹാനല്ലേ? അബൂബക്കർ മഹാനല്ലേ? അവരാരും ഖബറിങ്ങ പോയിട്ട് ചോദിച്ചിട്ടില്ല. മുസ്ലിം ഉമ്മത്ത് ഖബറിങ്ങ പോയിട്ട് ചോദിക്കണ ചോദ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഇഷ്ടം പോലെ കിട്ടും. പടപ്പുകളെ പിടിച്ചിട്ട് പടച്ചവനാക്കിയിട്ട് വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാര്
പട്ടിണി പാവങ്ങളെ സാധാരണക്കാരായ ആൾക്കാരെ അള്ളാഹുവിൽ നിന്ന് പടപ്പുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ. അതുകൊണ്ട് കുറ്റം പറയാണ് എന്നാ ചില ആൾക്കാർ പറയാം. കുറ്റം പറയല്ല സഹോദരന്മാരെ. നമ്മളെ ഖബറും നമ്മളെ പരലോകവും നമുക്ക് സേഫ് ആകണമെങ്കിൽ ഈ ഹൃദയത്തിനകത്ത് അള്ളയല്ലാത്ത ഒരാളുണ്ടാകാൻ പാടില്ല. എന്തേ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ എല്ലാവരും ഹൃദയം ഞാൻ കാണുന്ന മൊയ്തീൻ ശേഖറിനെ കുറിച്ചാണ് പറഞ്ഞുണ്ടാക്കിയത് അല്ലേ? മാലയിലെ വരിയല്ലേ അത് അല്ലേ? എന്ത് പ്രയാസമുണ്ടായാലും നീ വിളിച്ചോ യാ അഹ്ല ബദരി ശുഹദാ, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ ശുഹദാക്കളെ എന്ന് നീട്ടി വിളിച്ചോ. ഇതല്ലേ മാലയിലുള്ളത്? പണ്ഡിതന്മാർ പച്ചക്ക് പ്രസംഗിച്ചിട്ടില്ലേ? അള്ളാനെ മാത്രം ആരാധിക്കുക എന്നത് ഇബ്ലീസിന്റെ ആശയമാണെന്ന് പറഞ്ഞിട്ടില്ലേ? ശരിയായ ഇസ്ലാമിന്റെ ആശയത്തെ ഇബ്ലീസിന്റെ ആശയമാക്കി മാറ്റിയിട്ടില്ലേ? നോളജ് സിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ പ്രയാസമുണ്ടായപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, സഹായം തേടി, ഇടതേട്ടം നടത്തി എന്ന് പറഞ്ഞത് സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ അസ്ഹരി അല്ലേ? എന്താ അത് കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത്? സ്ഥാപനം പടുത്തുയർത്തുമ്പോൾ പ്രയാസമുണ്ടായപ്പോൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന്. വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ഹദീസിലോ ബദരീങ്ങളെ വിളിച്ചൊരു പ്രാർത്ഥനയുണ്ടോ? ആർക്കും മനസ്സിലാവൂലേ ഇത്? ആർക്കും പരിശോധിച്ചുകൂടെ ഇത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും കുത്തകയാണോ? ഖുർആനിന്റെ പരിഭാഷ ധാരാളമുണ്ട്, പരിശോധിച്ച് നോക്കാലോ. എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. മാത്രമല്ല ഓലൊക്കെ മഹാന്മാരല്ലേ? ആണെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നാണോ? ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാരാ? നബിമാരാണ്. ആ നബിമാർ വന്നത് എന്തിനാ? അള്ളാഹനെ ആരാധിക്കണം പറയാനാ. മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അവരെ വിളിക്കാൻ അവർ പറഞ്ഞിട്ടില്ല. മുഅ്ജിസത്തും കറാമത്തും ഒക്കെ അള്ളാന്റെ ഖുദ്റത്താ തെളിയിക്കുന്നത് അല്ലേ? മൂസ വടിയിട്ട് പാമ്പായി സാഹിരിങ്ങളുടെ കയറും വടിയൊക്കെ തിന്ന് തീർത്ത് തിരിച്ചു വന്നപ്പോ സാഹിറുകളെല്ലാം സുജൂദിൽ വീണിട്ട് പറഞ്ഞെന്താ? ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. ഹാറൂന്റെയും മൂസന്റെയും പടച്ചോനെ, നിന്നിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. മുഅ്ജിസത്ത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. അല്ലാതെ മുഅ്ജിസത്ത് ആരിലൂടെയാണോ പ്രകടിപ്പിച്ചത് ആ നബിയെ ആരാധിക്കാമെന്നല്ല അതിലുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കയറി വരുമ്പോ നാളത്തത് അറിയുന്നൊരു നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് പാട്ട് പാടിയപ്പോ റസൂൽ പറഞ്ഞു ഇനി പാടരുത്. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകഴ്ത്തി ദൈവമാക്കിയതുപോലെ നിങ്ങൾ എന്നെ ആക്കരുത്. ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ എഴുതി വെച്ചോളി. ഇസ്ലാം അത് പുൽകിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ പടച്ച റബ്ബല്ലാത്ത മറ്റൊരാളും ഇല്ല. അതാണ് അവന്റെ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും എല്ലാം അവനിലാണ്. ഏത് വിപത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലും എനിക്ക് എന്റെ പടച്ചോണ്ട് എന്നാണ് അല്ലേ? ചെങ്കടലിന്റെ മുമ്പിൽ വെച്ചിട്ട് മൂസാ നബി എന്റെ കൂടെ എന്റെ പടച്ചോണ്ട്, ചരടുണ്ട് പേടിച്ചണ്ടെന്നല്ല. ചരട് കെട്ടിയവൻ മുശ്രിക്കായി പോയി. അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ളവർക്ക് ബലിയർപ്പിച്ചാൽ അവൻ കാഫിറായി, അല്ലെങ്കിൽ അവൻ മുശ്രിക്കായി. എന്തേ? അതൊക്കെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ്. വിശ്വാസത്തിൽ ഒരു കളം കൊണ്ടാൻ പാടില്ല. കൃത്യമായ തൗഹീദ് അത് പുലുകിക്കൊണ്ടായിരിക്കണം സഹോദരന്മാരെ. കാരണം എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിവുള്ളവനായ പടച്ചോ ഉണ്ടാവുമ്പോ പിന്നെ അതിന് പകരം വെക്കാൻ ആരാ സഹോദരന്മാരെവിടെ ഉള്ളത്? പടച്ചോന് പകരം വെക്കാൻ ആരവിടെ ഉള്ളത്? ഞാൻ ചോദിക്കുകയാണ്. രോഗമായി, മാനസികമായി, വെളിവില്ലാതെ, വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാതെ തെരുവിലൂടെ നടന്ന ആൾക്കാർ മരിച്ചുമ്പോ പെട്ടെന്ന് പടച്ചോനാകുക അല്ലേ? എന്നിട്ട് ആകാശത്ത് ഫ്ലൈറ്റ് പ്രയാസത്തിലാവുമ്പോ അയാൾ വന്ന് ദിശ കാണിക്കുക. കടലില് കപ്പൽ നിൽക്കുമ്പോ അയാൾ വന്നിട്ട് കപ്പലിന്റെ എഞ്ചിൻ അടിക്കുക. യാത്രയിൽ പെട്രോൾ തീർന്നു പോകുമ്പോ അയാൾ വന്നിട്ട് പെട്രോൾ നിറച്ചു കൊടുക്കുക അല്ലേ? മരിച്ചുപോയ ആളെ വരെ നീച്ചേ വിളിച്ച് നീപ്പിച്ചിട്ട് വീട്ടിൽ പറഞ്ഞേ ഇവിടെ എങ്ങനെ മരിച്ചെടുക്കുക? ഇതൊക്കെ വെളിവുള്ള മനുഷ്യന്മാരോടാണോ ഈ പറയുന്നത്? ചിന്തയും വിവേകവും ബുദ്ധിയുമുള്ള, നന്നായി അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള മനുഷ്യന്മാര് എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കണത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുറച്ചൊക്കെ അന്തമുള്ളവന്
ചിന്തയുള്ളവന്, ആലോചനയുള്ളവന്, പരലോകബോധമുള്ളവന്, മരിച്ചാൽ എനിക്ക് സ്വർഗം വേണമെന്ന് വാശിയുള്ളവന് ഇത്തരം ശിർക്കൻ ആചാരങ്ങളിലേക്ക്, ഇത്തരം വിവരക്കേടുകളിലേക്ക്, ഇത്തരം വിടുവായിത്തരങ്ങളിലേക്ക്, ഇത്തരം മാർക്കറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പുരോഹിത കൂട്ടങ്ങളുടെ ഇത്തരം ആശയങ്ങളിലേക്ക് പോകൂല. ഒരു ഉസ്താദും വരൂല നമ്മളെ സഹായിക്കാൻ. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളെ വിശ്വാസം നമ്മളെ മാത്രം അജണ്ടയാണ്. അതിലൊരു കളങ്കം ഉണ്ടാവാറ്, ഒരു ശിർക്കും ഉണ്ടാവാറ്. ചില ആൾക്കാർക്ക് ഇങ്ങനെയുണ്ട്, ഇത് വല്ല ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ വല്ലതും മറന്നു വെച്ച് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് നടക്കൂല തന്നെ. എന്നിട്ട് പ്രോപ്പറായിട്ട് ഇറങ്ങിപ്പോയതൊക്കെ നടന്നണോ? കന്നിമൂലയിൽ ടോയ്ലറ്റ് വെച്ചാൽ ആകെ പ്രശ്നമാണ്. എന്നിട്ട് ഈ പ്രളയം ഉണ്ടായപ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് മാറ്റിയ വീടൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കായിരുന്നു, ബാക്കി മാത്രം മുങ്ങി. ഇതൊക്കെ ആരുടെ വിശ്വാസമാണ് സഹോദരന്മാരെ? ഒരു മിങ്കിൾ സൊസൈറ്റിയിൽ ജീവിച്ചപ്പോ നമ്മള് മുസ്ലിങ്ങൾ അപ്പുറത്ത് നിന്ന് കടമെടുത്ത ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും പൂജകളുമൊക്കെ ആയിട്ടാണ് ഇന്ന് ആൾക്കാർ നടക്കുന്നത്. വ്യാഴാഴ്ചയും ബുധനാഴ്ചയും തിങ്കളാഴ്ചയും പലയിടങ്ങളിലും പൂജയുടെ ദിവസമാണ്. എന്നിട്ട് ഓട്ടോ എടുത്ത് അങ്ങോട്ട് പോവാ, കിലോമീറ്റർക്ക് സഞ്ചരിക്കുക. എന്താ അവിടുത്തെ ഉസ്താദിന് സിദ്ധിയുണ്ട്. ഇവിടെ അല്ലേ ഒരു ജിന്നുമ്മ പണം ഇരട്ടിപ്പിച്ചു കൊടുത്ത ഒരാളെ അല്ലേ, 500 ചില്ലാനൊറ്റ പവൻ സ്വർണം ഇരട്ടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു പൂജ ഉണ്ട്. അന്ന് വീട്ടിൽ ആരും ഉണ്ടാകാൻ പാടില്ല. ആ പൂജന് കഴിഞ്ഞോണ്ട് മൂപ്പരൻ പോയതാ. ആ പൂജ മൂപ്പരൻ കൊല്ലലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് സഹോദരന്മാരെ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ടോ? ഈ വൃത്തികെട്ട ആചാരമുണ്ടോ? ഈ നിലവിളക്ക് കത്തിച്ചുകൊണ്ടുള്ള, ഇത്തരത്തിലുള്ള ഖബറിനെ കെട്ടിപ്പൊക്കിക്കൊണ്ടുള്ള, അവിടെ ഉത്സവങ്ങൾ നടത്തിയിട്ടുള്ള, ആനയെ എഴുന്നള്ളിച്ചിട്ടുള്ള, ആളുകളുടെ പോക്കറ്റ് പിടുങ്ങുന്ന ഇത്തരം ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാമിലുണ്ടോ? ഇസ്ലാം സിമ്പിൾ അല്ലേ? ഒരു മരിച്ചാൽ എന്താ ചെലവ്? ഖബറുത്തണം, ഒരു കഫംപുടയും വാങ്ങണം, വേറെ നിലവള്ളേ. ശരി, ഒരു ആൾക്ക് മരിച്ചാൽ 1 ലക്ഷം റുപ്യ ഉണ്ടായ പോരാ മൂപ്പരെ ചടങ്ങുകൾ തീർക്കണമെങ്കിൽ 3, അതുപോലെ തന്നെ 40, അങ്ങനെ ഓരോ ദിവസങ്ങൾ. ഇതൊക്കെ ഏത് ഇസ്ലാമാണ്? അതുകൊണ്ട് കളങ്കമില്ലാത്ത ശരിയായ വിശ്വാസത്തിലേക്കും ശരിയായ ആചാരത്തിലേക്കും നമ്മൾ മടങ്ങിയാലേ സ്വർഗം കിട്ടുള്ളൂ. എന്തെങ്കിലും ചെയ്താൽ പോരാ, ഉള്ളത് ചെയ്യണം. ഇസ്ലാമിൽ ഉള്ളത് ചെയ്യണം, ഇല്ലാത്ത അല്ല. എന്തിനാ നബി ഉമ്മത്ത് മുഹമ്മദിനെ ആട്ടി ഓടിക്കണ പരലോകത്തുനിന്ന്? ദൂരെ നിന്ന് കാണുമ്പോൾ അല്ലാഹുവേ എൻ്റെ ആളുകളാണ്, അവരെങ്ങോട്ട് വിടൂ, അവർക്ക് ഞാൻ ഹൗദുൽ കൗസറിൽ വെള്ളം കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ലാഹു മറയിടും. എന്നിട്ട് പറയും, പ്രവാചകരെ താങ്കൾക്കറിയില്ല, ഫഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക്, താങ്കളുടെ കാലശേഷം എന്തൊക്കെയാണ് അവർ ദീനിൽ കടത്തിക്കൂട്ടിയതെന്ന് താങ്കൾക്ക് അറിയില്ല. 2 കാര്യമുണ്ട്. ഒന്ന്, വഫാത്തിന് ശേഷം നബി ഇവിടെ നടക്കണമെന്നും അറിയണില്ല, അതിനുള്ള തെളിവാണ് ഹദീസ്. 2, ദീനിലില്ലാത്ത കാര്യങ്ങൾ പുണ്യമല്ലേ എന്നും പറഞ്ഞ് ചെയ്തിട്ട് അവസാനം നബിന്റെ അടുത്ത് ചെല്ലുമ്പോ അല്ലേ, കൈപിടിക്കല, ആട്ടി ഓടിക്കും. എനിക്കു ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവരെ നിങ്ങൾക്ക് വിദൂരം. അപ്പോൾ ഈ ആഘോഷം ഇസ്ലാമാണോ? ഈ നോമ്പ് ഇസ്ലാമാണോ? ഈ ദിക്ർ ഇസ്ലാമിലുള്ളതാണോ? ഈ പിന്നെ നേർച്ചയും ഈ പൂരവും ഇസ്ലാമിലുള്ളതാണോ? ഖബറിൽ നടക്കുന്ന ഈ ആചാരങ്ങൾ ഇസ്ലാമിലുള്ളതാണോ? ആലോചിക്കണം. കുടിയിരിക്കുന്ന വേളയിലും കല്യാണ വേളയിലും യാത്ര പോകുന്ന വേളയിലും മരണവേളയിലും ഒക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇസ്ലാമിലുള്ളത് തന്നെയാണോ എന്ന് പരിശോധിച്ചിട്ട് ഉള്ളതേ ചെയ്യാവൂ, അതേ സ്വർഗത്തേക്ക് എത്തിക്കൊള്ളൂ. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടിയാൽ മാഷാ അല്ലാഹ് സൂപ്പറാണല്ലോ, ഞാൻ പറഞ്ഞയച്ച നബിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. കാരണം നബിക്ക് പരിചയമില്ലാത്ത പോലും ചെയ്തിട്ട് മാഷാ അല്ലാഹ്. അങ്ങനല്ല, റദ്ദുൻ. നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ ചെയ്താൽ അത് തള്ളും. എന്താ അങ്ങനെ? അതൊരു സുന്നത്താണ് അള്ളാന്റെ. അള്ളാഹ് നബിനെ പറഞ്ഞയച്ച എന്തിനാണ്? വിശ്വാസവും കർമ്മവും ആചാരവും കൃത്യമായിട്ട് പഠിപ്പിക്കാനാണ്.
അതെല്ലാം പഠിപ്പിച്ചിട്ട് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞു, ദാ സ്വർഗത്തേക്ക് നിങ്ങൾ എത്തിക്കണം മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്താനുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിലില്ലാത്തത് കയറല്? അതാ ഇമാം മാലിക് റഹ്മഹുല്ല നബിയുടെ ഖബർ ചൂണ്ടിയിട്ട് പറഞ്ഞത്, ആരുടെ വാക്കിലും തള്ളാനുള്ളതുണ്ട് കൊള്ളാനുള്ളതുണ്ട് ഇല്ലാ സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറാളിയുടേതൊഴികെ നബി പറഞ്ഞതെല്ലാം സ്വീകരിക്കാനുള്ളതാണ്, അതിലൊന്നും ഒഴിവാക്കാനില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പഠിപ്പിച്ചത് എന്താണോ ദീന്, അത് മാത്രമാണ് ദീന്. മനസ്സിലായോ? മാത്രവുമല്ല, അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്ത നോമ്പ്, ദിക്ർ, സ്വലാത്ത്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന എന്താണ്? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. നബി ഖുർആനും ഹദീസും സ്വർഗ്ഗത്തുക്കളും ഒക്കെ പഠിപ്പിച്ചെന്നു എന്ന് പറഞ്ഞിട്ട് ഫുള്ള് പഠിപ്പിച്ചരാതെ നബി വഞ്ചന കാണിക്കുകയായിരുന്നു. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിക്കോ? ഈ പുത്തനാശയങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ്. നബിക്കും സ്വഹാബത്തിനൊക്കെ അത്രല്ലേ പറ്റുള്ളൂ, നമ്മൾ കുറച്ചും കൂടെ ഉണ്ടാക്കുക. നബി സ്നേഹത്തിന്റെ പേരിലാണ് ഇതെല്ലാം. അതുകൊണ്ട് നബിയെ സ്നേഹിക്കൽ പുണ്യമാണ്, നബിയുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നതെല്ലാം പുണ്യമാണ്. അങ്ങനല്ല, നബിനെ സ്നേഹിക്കൽ പുണ്യമാണ്, പക്ഷെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കൂടെ ഇസ്ലാമിലുണ്ട്. ഒരു കാര്യം വേണമെന്ന് പറയും മാത്രമല്ല, അതെങ്ങനെ ചെയ്യണമെന്നുമുണ്ട്. എന്റെ ദിക്ർ നിലനിർത്താൻ, എന്നെ സ്മരിക്കാൻ നീ നോമ്പ് നോറ്റോ. ഒരാൾക്ക് കള്ളുടിച്ചുമ്പോൾ അള്ളാഹിനെ ഓർമ്മ വരുന്നേ, അള്ളാഹുവേ, അള്ളാഹിനെ ഓർക്കുക എന്നുള്ളത് പുണ്യമാണ്. അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ലഹരി ഉപയോഗിക്കുമ്പോൾ ഞാൻ ആ ദൈവീകമായ ആത്മീയ ലോകത്തേക്ക് പലായനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പലായനം ചെയ്യണം. അങ്ങോട്ട് പോര് കേട്ടോ. നബി സ്നേഹമുള്ളതാ, പക്ഷെ എങ്ങനെ സ്നേഹിക്കണമെന്നത് ജീവൻ കൊടുത്ത്, സ്വത്ത് കൊടുത്ത്, കുടുംബത്തെ കൊടുത്ത് കാണിച്ചു തന്ന ഒരു സഹാബി പറ്റമുണ്ട്. മനസ്സിലാണ്ടല്ല? അതുപോലെ ചെയ്യണം. അപ്പൊ ദീനിലുള്ളത് ചെയ്യാന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മൾ ചെയ്യേണ്ടത്. ഒരു ബിദ്അത്തിന്റെയും കേന്ദ്രമാകരുത്. സങ്കടം തോന്നും, പടച്ചോനൊരു വീടൊക്കെ തന്നിട്ട് ആ വീട് ശിർക്കും, ആ വീട്ടിൽ ഖുറാഫാത്തും, ആ വീട്ടിൽ ബിദ്അത്തും, ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ എത്ര വലിയ ക്രൂരതയാണ് സഹോദരന്മാരെ ചെയ്യുന്നത്. ഇതൊക്കെ കുറ്റം പറയാണ്, അങ്ങോട്ട് കൂടെ തമ്മിത്തല്ലാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഒന്ന് പഠിക്കാൻ മനസ്സ് കാണിക്കാത്ത ആൾക്കാരുണ്ട്. ഇതൊന്ന് പഠിച്ചു നോക്കുക, ഒന്ന് പഠിച്ചു നോക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ട്രെയിനിൽ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമാണ്. അതെന്താണ്? ഒരാൾ ഡയറ്റിങ്ങിന് പറ്റിയ എന്തോ ഒരു മെറ്റീരിയൽസ്, കുറേ ഫുഡ്സും കുറേ സാധനങ്ങളൊക്കെ ഉള്ളൊരു കമ്പനിയെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റേ ആൾ കയ്യിൽ ഫോൺ വെച്ചിട്ട് ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്നുള്ള നോളജുകൾ വെച്ചിട്ട് അയാൾ അങ്ങനെ വെട്ടുകയാണ്. അതിൽ ഇന്ന കണ്ടന്റ് കൂടുതലാണ്, അത് ഇന്ന ഡാമേജ് ഉണ്ടാക്കും. പിന്നീട് ചർച്ച കുറച്ചു നേരം നിൽക്കും, പിന്നെ വീണ്ടും സെർച്ച് ചെയ്യും. എന്നിട്ട് അങ്ങനെ മറുപടികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ നിൽക്കണം. ഒരു ഭൗതിക കാര്യം എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട്, എത്ര ഡെപ്തായിട്ട്, എത്ര പിന്നെ ഗവേഷണം നടത്തിയിട്ടാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കണത്. ഇവിടെ ഫുട്ബോൾ വന്നാൽ, രാഷ്ട്രീയം വന്നാൽ എന്തുമാതിരി ചർച്ച നടക്കുന്നുണ്ട്. ഇവിടെ ദീനിന്റെ കാര്യം പറയുമ്പോൾ മാത്രം അത് പുത്തൻവാദികളാണ്, ആ ചർച്ചയൊന്നും പോണ്ട, അങ്ങനത്തെ ക്ലാസ്സിന് തന്നെ പോകാൻ പാടില്ല. എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? നിങ്ങൾക്ക് ഒരു പേടി? ക്ലാസ് കേട്ടാൽ ആൾക്കാർ മാറുന്ന പേടിയുണ്ടോ? ഉണ്ടോ? ആൾക്കാർ പഠിച്ചാൽ മാറുന്ന പേടിയുണ്ടോ? ആളുകൾ മലയാളത്തിൽ ഖുതുബ പറയുന്ന മിമ്പറിന് താഴെ പോയിരുന്നാൽ ഖുതുബ തന്നെ ശരിയാകൂല, ജുമയും കിട്ടൂല എന്നാണ് പേരോട് പ്രസംഗിച്ചത്. കാരണം എന്താ അറിയോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ശിങ്കിടികളെ ഏതെങ്കിലും ഒരു മലയാള ഖുതുബ നടക്കുന്ന പള്ളിയിൽ പോയിരുന്നിട്ട് ഒരു ഖുതുബ കേട്ടാൽ പിന്നെ മൂപ്പർ അങ്ങോട്ടേ പോവുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകാതിരിക്കാനുള്ള എല്ലാ വർത്താനം പറയണം. അവർ വിജയികളാണ്, അവരെ കണ്ട സലാം പറയാൻ പാടില്ല, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അവർ പിന്നെ ഇമാമ് നിൽക്കാൻ പാടില്ല, അവരെ കാണുമ്പോ ഇങ്ങനെ അവർ തൊടാൻ പാടില്ലാത്ത ഒരു നജസായിട്ട് കാണുന്ന കോലത്തില്. എന്താ? അടുത്തു പോയാ കച്ചവടം കുറയുമെന്നറിയാം. അതുകൊണ്ട് പറയണം എന്താ? നിങ്ങള് ഇവിടുന്ന് ഗൾഫിലൊക്കെ പോകുന്ന ചില ആൾക്കാർ പ്രവാസ ലോകത്ത് ഒരു ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ പോയി മുന്നോട്ട് പോകണ ഇടക്ക് തട്ടിത്തടഞ്ഞിട്ട് അവിടെ ഇസ്ലാഹി സെന്ററിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ക്ലാസ്സുകൾ കേൾക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുക, അത് ശരി
അപ്പൊ നമ്മള് മൊയ്ലന്മാർ ഇതുവരെ ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് സംസാരിച്ചിനി അല്ലേ? ഖുർആനും സുന്നത്തിനും ഇത് തെളിവില്ലല്ലേ? ഈ നോമ്പിന്, ഈ മിഅറാജ് നോമ്പ് അള്ളാന്റെ റസൂല് നോറ്റിട്ടില്ലല്ലേ? അവർ അപ്പളാ മനസ്സിലാക്കുന്നത്. അന്തരേക്ക് അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വഹൈ എന്താണോ അത് പഠിക്കണം. അത് പഠിക്കണം. ഒരാളെ വാക്കും നോക്കണ്ട. അല്ല പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞത് മാത്രമേ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ഓരോരുത്തർക്ക് തോന്നുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണീന് ഇതാണ് ദീന് എന്ന് പറയാൻ നമുക്കാവില്ല. പ്രമാണമാണ് ദീന്, ഖുർആനും സുന്നത്തുമാണ് ദീന്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിനെ ശരിക്കും പ്രാക്ടീസ് ചെയ്ത സ്വഹാബത്ത്, അവരിലാണ് ദീനുള്ളത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശിർക്കിൽ നിന്ന് മുക്തമാക്കുക, അന്ധവിശ്വാസത്തിൽ മുക്തമാക്കുക. ശരിക്കും നമ്മുടെ ഈമാനോട് ഉറപ്പിക്കുക. അള്ളണ്ട് നമുക്ക് എല്ലാറ്റിനും, എന്ത് വന്നാലും വേണ്ടില്ല, പടച്ചോണ്ട്. ആ ഒരു ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുക. ആ ധൈര്യം നമ്മുടെ മക്കൾക്കും പകരുക. അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്ത എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളും ആരാധന മാറ്റിവെച്ചിട്ട് ഉള്ളത് ചെയ്യുക. അങ്ങനെ ഒന്നുണ്ട് കേട്ടോ. ഏത് ബിദ്അത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കും, പക്ഷെ സുന്നത്ത് പാലിക്കൂല. ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ലാത്തത് ഒഴിവാക്കിയാൽ മാത്രം പോരാ, ഉണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. വീട് ഖിബിലയാക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വീട്ടിൽ നിസ്കാരം വേണം, ഖുർആൻ പാരായണം വേണം, ദിക്റുകൾ വേണം, നല്ല നല്ല ക്ലാസ്സുകള്, ഖിറാഅത്തുകള് വീട്ടിൽ നിന്ന് മുഴങ്ങി കേൾക്കണം. നല്ല വീട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ. ആൾക്കാർ ഒരു സമാധാനമല്ല, സ്വസ്ഥതയല്ല, വീടായ ഒരു സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. ഒരു സമാധാനമില്ല എന്ന് പറയും. എന്താ സമാധാനം ഇല്ലാത്ത? അവിടെ ദിക്റില്ല. ബിസ്മി ചൊല്ലി കയറണം, എന്നാലേ ശൈത്താൻ ഔട്ടാവുള്ളൂ. ബിസ്മി ചൊല്ലി കയറൂല. വീട്ടുകാരോട് സലാം പറയണം. നാട്ടുകാരോടൊക്കെ സലാം പറയും, വീട്ടുകാരോട് സലാം പറയില്ല അല്ലേ? ഖുർആൻ ഓതുന്നില്ല, എല്ലാവരും ഫോണിലാ. പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. എന്നിട്ട് എന്താ പണി? ഫോൺ എടുക്കുക, റീൽസ് നോക്കുക, ഷോർട്സ് നോക്കുക, സ്റ്റാറ്റസ് നോക്കുക. കുട്ടികൾ ഫോൺ എടുത്താൽ പാടില്ല, മെമ്മറി ലോസ്, കണ്ണിന് പ്രശ്നം അല്ലേ? ഒരുപാട് എന്തൊക്കെ നിയമങ്ങളാണ് ഒക്കെ പഠിച്ചു പാപ്പാ. എന്നാ ഞമ്മളോ എല്ലാവർക്കും ഇതന്നെ പരിപാടി. മൂപ്പര് ഫുൾ ടൈം ഫോണിലാണ്. മൂപ്പരോട് ചോദിച്ചാൽ ബിസിനസ്. എന്നാ പൈസ ചോദിക്കുമ്പോഴോ പൈസ അല്ല അറിയും. ഫോണിൽ നോക്കുമ്പോൾ ഫുൾ ടൈം ബിസിനസ്. എന്നാ പൈസ ചോദിക്കുമ്പോൾ ഇത് പൈസയില്ല അല്ലേ? ഓളോട് ചോദിക്കുമ്പോൾ ഓളെന്താ പറയാ, ഞാൻ ക്ലാസ് ഉണ്ട്, പഠിക്കാണ്ട്, അതുണ്ട്, ഇതുണ്ട് അല്ലേ? എന്നാ അവരുടെ കാര്യങ്ങളോ, കുട്ടികളുടെ കാര്യം നോക്കുകയാണ്, പഠിക്കാനുള്ളത് നോക്കുകയാണ് എന്നൊക്കെ പറയും. ഇന്നത് നടക്കണ്ടോ? ഓ ഇല്ല. അപ്പൊ എന്താ നോക്കണേ? ഒരു യൂസും ഇല്ലാത്ത സാധനങ്ങളാണ് നോക്കണേ. ആരൊക്കെയോ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിടുന്ന സാധനങ്ങളാണ് നോക്കണേ. ഇന്നലെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോരുമ്പോൾ ആ വീട്ടിലത്തെ കുട്ടിയല്ല, ആ റിലേറ്റീവാണ്. ഓ ഗെയിം കളിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെനിക്ക് പണി ചോദിച്ചു? ഗെയിം കളിക്കാണ്. എന്ത് ഗെയിമാണ് കളിക്കണേ? വെടിച്ച് കളിക്കാണ്. വെടിച്ച് കളിച്ചാൽ എനിക്ക് എന്താ കിട്ടുക ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ എന്താ കിട്ടുക? എനിക്കൊരു കളിക്കണ ഒരു ഇതിട്ടും എന്ന് പറഞ്ഞു. അല്ല ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് സന്തോഷം കിട്ടുന്ന എത്ര ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടി നിന്റെ ഈ സമയം നിനക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ? ടൈം എന്ന് പറഞ്ഞാൽ പണത്തെക്കാളും വാല്യബിൾ ആണ്. എന്നിട്ട് ഈ കണ്ട ഗെയിമും കളിച്ചിരുന്നിട്ട് എന്ത് യൂസാ ഉള്ളത്? എന്ത് ഉപകാരമുള്ളത്? കുറെ ആൾക്കാർ വെടിവെച്ച് കൊന്നിട്ട് എന്തുപകാരമുള്ളത്? കുറെ ആൾക്കാർ കളിച്ചത് റെക്കോർഡ് ചെയ്തിട്ട് അവർ യൂട്യൂബിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ചില കുട്ടികൾക്ക് പണി അത് കണ്ടിരിക്കല. അത് കണ്ടിട്ട് എന്താ കാര്യമുള്ളത്? ഇപ്പൊ ഒരു യൂസും ഇല്ലാത്ത സാധനത്തിനാണ് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കൊന്നും ഓർമ്മയില്ലല്ലോ അല്ലേ? എല്ലാവരും എന്തോ ഒരു അങ്കലാപ്പിലാണ്, ഒക്കെ ടെൻഷനാണ്, ആ കൂടെ പെരുപ്പാണ്. ഫുൾ ടൈം ഇതിമലല്ലേ? കണ്ണ് പ്രശ്നമാണ് അല്ലേ? പഠനം പ്രശ്നമാണ്. പിന്നെ ഫോക്കസ് കിട്ടണില്ല, അറ്റൻഷൻ സ്പാന് കുറയാണ്. കുറച്ചു നേരം 40 മിനിറ്റ് പീരീഡ് ക്ലാസ്സിൽ അറ്റൻഷൻ കിട്ടുന്നില്ല, ചടപ്പാകുക, മടുപ്പാകുക, പഠനം നിർത്താൻ തോന്നുക. എന്നിട്ടോ റൂം അടച്ചിരുന്ന് ഫോൺ ഇങ്ങനെ തോണ്ടിരിക്കുക. സുഹൃത്തുക്കളെ, വീട്ടിൽ സിനിമയല്ല, റീൽസ് അല്ല, ഷോർട്സ് അല്ല, മ്യൂസിക് അല്ല, ഖുർആൻ മുഴങ്ങി കേൾക്കട്ടെ, ഖുർആൻ ഓതട്ടെ. മാരിബായ എമ്മയും ബാപ്പിയും ഖുർആൻ ഓതി നോക്കിയാണ് മക്കൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തൊന്ന് ഓതും. അതിൻ്റെ ഒരു അലൈൻമെന്റ് ആണ്.
they will follow you, they will imitate you. നമ്മൾ എന്താണോ ചെയ്യുക അതുപോലെ അവർ ചെയ്യും. നമ്മൾ പഠിക്കുന്നെങ്കിൽ അവർ പഠിക്കും, നമ്മൾ ഓതുന്നെങ്കിൽ അവർ ഓതും, നമ്മൾ നിസ്കരിക്കണമെങ്കിൽ അവർ നിസ്കരിക്കും, നമ്മൾ നല്ല ചേൽക്ക് സംസാരിക്കുന്നെങ്കിൽ അവർ നല്ല രീതിക്ക് അവർ സംസാരിക്കും, നമ്മൾ സത്യം പറയുന്നെങ്കിൽ അവർ സത്യം പറയും, നമ്മൾ വിശുദ്ധി കാക്കുന്നെങ്കിൽ അവർ വിശുദ്ധി കാക്കും. അതങ്ങനെ ഒരു അലൈൻമെന്റ് ആണ്. പഠിച്ചോ, അങ്ങനെ ഒരു അലൈൻമെന്റ് വെച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടോ? അതുകൊണ്ട് വീടുകളിൽ ആരാധന നടക്കട്ടെ, അല്ലേ? നല്ല നല്ല ശ്രവണങ്ങൾ നടക്കട്ടെ. ഞാനിപ്പോൾ എല്ലാവരോടും പറയണം, നിങ്ങൾ സുബഹിന് എണീറ്റിട്ട് അടുക്കളയിലെ ആദ്യത്തെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് പിന്നുള്ള പണി എന്താ? ചായ ഇടുക, അല്ലേ? ചായ ഇടുന്നതിന് മുമ്പ് ചെയ്യേണ്ടതെന്താ അറിയോ? പീസ് റേഡിയോ ഓൺ ചെയ്തിട്ട് ആ വിൻഡോയിൽ അവിടെ വെക്കുക. നല്ല സമാധാനം ഉണ്ടാവും. ചെയ്തു നോക്കണ്ടേ? രാവിലെ 2 മണിക്കൂർ ലൈവാണ്, മോർണിംഗ് ലൈവ്. ആ ലൈവിന്റെ കൂടെ നമ്മളെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവും. സുബഹി നിസ്കരിച്ച് ദിക്റും ചൊല്ലി പ്രാർത്ഥിച്ച് സ്ത്രീകൾ അടുക്കളയിലെ ജോലിയിലേക്ക് പോകുമ്പോൾ ഇതൊരു പ്ലേ ചെയ്ത് വെച്ചിട്ട് പണിയും തീർത്താൽ ഭയങ്കര സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ എന്തായിക്കാരം ഈ പണി ഇങ്ങനെ ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കിയിട്ട് തല പെരുത്തിട്ട് ഭ്രാന്താവും, അല്ലെ? അവരെക്കുറിച്ച്, ഇവരെക്കുറിച്ച്, അയൽവാസികളെ കുറിച്ച്, പിന്നെ അമ്മാവനെ കുറിച്ച്, അമ്മോശനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച് ആലോചിച്ചിട്ട് തല പെരുത്തു. എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മള്. 10,000 തോട്ട്സിലൂടെ ഡെയിലി നമ്മളെ മൈൻഡ് കടന്നു പോകുന്നുണ്ട്. 60,000 ഒറ്റ കണക്കുണ്ട്, മറന്നുപോയി. അത് ഫുള്ള് പോസിറ്റീവ് ഒന്നല്ല, ഓൾമോസ്റ്റ് നെഗറ്റീവാ. പോസിറ്റീവ് ആണെങ്കിൽ എന്ത് വേണം അറിയോ? നല്ലത് കേൾക്കണം, നല്ലത് കേട്ട് വളരട്ടെ നമ്മുടെ മക്കൾ. അപ്പൊ പറഞ്ഞെന്താ നിങ്ങൾ? ആരാധനകൾ ഉള്ളതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇസ്ലാമിക വേഷം എന്ന് പറയേണ്ട ആവശ്യമില്ല, അക്കോലത്തിൽ അയക്കണ്, അല്ലേ? പ്രത്യേകിച്ച് പുരുഷന്മാരും സ്ത്രീകളും എല്ലാവർക്കും ഒരേ ഡ്രസ്സാ, എല്ലാവർക്കും ബാഗി ജീൻസ്, ഒരേ കോലത്തിലെ ടീഷർട്ട്, ഒരേ ചപ്പല്, ഒരേ ബാഗ്. ആ ഒരവസ്ഥ മാറിയിട്ട് ഇസ്ലാമിന്റെ ഇസ്സത്തുള്ള വേഷം ധരിക്കണം. നിര്യാണിക്ക് മീതെ പേന്റ് ധരിക്കണം. ഇസ്ലാം ഓരോ രംഗത്തുമുള്ള അദബുകൾ പാലിക്കണം. ഔറത്ത് വെളിവാക്കിയിട്ട് പുറത്തു പോകുമ്പോൾ എനിക്കെന്തോ ഒരു വൈബ് ലഭിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിന്റെ മനസ്സിനാണ് പ്രശ്നം, നിന്റെ മനസ്സിനാണ് പ്രശ്നം. അള്ളാഹു മറക്കാൻ പറഞ്ഞാൽ അതിലാണ് ഖൈർ. ഐ എം എ മുസ്ലിം, ഐ ഷുഡ് ഫോളോ ഇസ്ലാം. അത് അഭിമാനത്തോടെ പറയാൻ പറ്റണം, അഭിമാനത്തോടെ പറയാൻ പറ്റണം. ഇന്നത്തെ ജനറേഷനൊക്കെ ഇതാ ധരിക്കുന്നത്, ആയിക്കോട്ടെ, പക്ഷെ ഞാനൊരു മുസ്ലിമാണ്. എൻ്റെ വസ്ത്രം, എൻ്റെ നോട്ടം, എൻ്റെ കേൾവി, എൻ്റെ സാമ്പത്തിക സ്വരൂപണം, ഇതൊന്നും ഞാൻ തീരുമാനിച്ച പോലെയല്ല, പടച്ച റബ്ബ് എനിക്ക് അനുവദിച്ചതേ പറ്റൂ. അതെല്ലായിടത്തും ഇസ്ലാമിനെ പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അങ്ങനെ കുടുംബസമേതം അങ്ങനെ ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങളും ഇസ്ലാമിൻ്റെ ആദാബുകളും പാലിച്ചു പോവുകയാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും നിങ്ങൾ. ഇസ്ലാം നല്ല നിലക്ക് പെരുമാറണം എന്നാണ് പറയുന്നത്. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീക്കും. ഭാര്യ ഭർത്താവിനോട് ഏറ്റവും സൗമ്യമായി, ഭർത്താവ് ഭാര്യയോട് ഏറ്റവും നല്ല സ്നേഹത്തോടെ. എന്തൊരു ഹാപ്പിനെസ് ലൈഫാണ് നിങ്ങൾക്ക്. ആകെ കുറച്ചു കാലം നമ്മൾ ഒരുമിച്ച് ജീവിക്കുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറി അകന്ന് താമസിച്ച് കലഹിച്ച് വക്കാണം കൂടി ഈ ആയുഷ്കാലം പാഴാക്കിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ മരിക്കുമ്പോൾ കണ്ണും നിറച്ചിങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? അതിന് അവിടെ ഇസ്ലാമുണ്ട്. ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം എന്ന് ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിനെ ഫോളോ ചെയ്താൽ മതി. രണ്ടുപേരും ദീനുള്ളവരായിരിക്കണം. പടച്ചോനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത ഐനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കൺകുളിർമ നൽകണേ, പ്രാർത്ഥിക്കണം. മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. സ്നേഹണ്ട് പറഞ്ഞ പോരാ, വാക്കുകളിലൂടെ, മെസ്സേജുകളിലൂടെ, സന്ദേശങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ ആ സ്നേഹം പ്രകടമാക്കണം. റസൂലിന് ആയിഷന് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട് എന്ന് പറയുക മാത്രമല്ല ചെയ്ത്, നബി അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ദേഷ്യം പിടിച്ചപ്പോൾ പോലും ആയിഷ ബീവിയെ കരണത്തടിച്ചില്ല. കയ്യിലെ പാത്രം തള്ളിയിട്ട് പൊട്ടി, മുട്ടുകുത്തിയിരുന്ന് പെറുക്കിയിട്ട് റസൂൽ പറഞ്ഞു, ഉമ്മ ഇന്ന് അല്പം ക്ഷുഭിതയാണല്ലോ, ഉമ്മ ഇന്ന് അല്പം ദേഷ്യത്തിലാണല്ലോ എന്നാ റസൂൽ പറഞ്ഞത്. തിരിഞ്ഞെന്ന് കരണക്കുട്ടി അടിച്ചു പൊട്ടിക്കണിന് പകരം പ്രവാചകൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ആയിഷയാണ്.
ഇഷ്ടമില്ലാത്ത കാണുമ്പോഴും കാണണത്, ഇഷ്ടമുള്ളത് കാണുമ്പോൾ ഇത് കാണണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, ആദരിക്കാൻ. ഇന്നിപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക്? ഇന്നിപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോകളുടെ കമൻറ്റ് ബോക്സ് നോക്കി നോക്കണ്ടേ, നമ്മളെ പെണ്ണുങ്ങളൊക്കെ കമൻ്റ് അടിച്ചിട്ടുണ്ടാവും. എനിക്കൊരു സമാധാനമില്ല, മൂപ്പരെന്നെ സ്നേഹിക്കണില്ല, മൂപ്പരിൻ്റെ ഫീലിംഗ് മനസ്സിലാക്കുന്നില്ല, മൂപ്പര് എനിക്ക് സമയം തരുന്നില്ല. ഏത് ഐഡിയയിലാണ് കയറിയെന്ന് ചോദിച്ചു കൊണ്ടിയോളോട്. നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല പെർഫെക്റ്റ് മാപ്പിളയാണ്, നമുക്ക് തോന്നിയാൽ പോരാ കേട്ടോ. അപ്പുറത്തുള്ള ആൾ പറയണം നിങ്ങൾ പെർഫെക്റ്റ് ആണ്, മാഷാ അല്ലാ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്, നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റിയാൽ ഖൈർ, നിങ്ങൾ ഏറ്റവും നല്ലൊരു പെർഫെക്റ്റ് പാർട്ട്ണറാണ്. അതേപോലെ തന്നെ സഹോദരിമാരെ, നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എന്തിൻ്റെ കുറവാണ്? ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന, നമുക്ക് വേണ്ട ഭക്ഷണം തരുന്ന, നമുക്ക് മക്കൾക്കും വേണ്ടി ഒരു വീടുണ്ടാക്കിയിട്ട് അവരെ പരിചരിക്കാൻ വേണ്ടി രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന് പകരം പെണ്ണേ നീ അടിമയാണ്, ഭർത്താവിൻ്റെ കീഴിൽ നീ ദാസ്യവേല ചെയ്യാണ്, നീ അടുക്കളയിൽ തന്നെ കെട്ടിക്കിടക്കല്ലേ. അടുക്കളയിൽ എൻ്റെ മറ്റാൾ കൊണ്ടുവന്നു തരുമോ? ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് തിന്നാൻ ഈ കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ കൊണ്ടുവന്നു തരുമോ? നമുക്ക് നമ്മുടെ മക്കൾക്ക് തിന്നാനുള്ളത് ജോലിയെടുത്ത് സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്ന ഭർത്താവ് വീട്ടുകാരുടെ അടിമയാണെന്ന് ആരും പറയണില്ലല്ലോ. എന്റെ പെണ്ണിനെ പബ്ലിക്കിലേക്ക് ഇറക്കാൻ ഇവർക്കൊരു ആർത്തി, എന്റെ പെണ്ണിനെ കൊണ്ട് നിക്കറഴിപ്പിക്കാൻ ഇവർക്ക് വലിയ ആർത്തി, എന്റെ പെണ്ണിനെ കൊണ്ട് ഡ്രസ് അയപ്പിക്കാൻ അവർക്ക് ഇത്ര ആർത്തി. ആ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളെ ദീനില്ലാത്തവരാക്കി മാറ്റാനും ഒരു സമുദായത്തെ മൊത്തം നാശത്തിലേക്ക് നയിക്കാനും പിശാചിന്റെ അജണ്ടയുമായി ഇറങ്ങിപ്പുറപ്പെട്ടവര് അവരാണോ നമ്മളെ നയിക്കേണ്ടത്? അഭിമാനത്തോടു കൂടെ പറയാൻ സാധിക്കണം, എൻ്റെ ഭർത്താവിന് കീഴിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി നോക്കണം സഹോദരന്മാരെ കേട്ടോ. ഇതൊന്നും ഇല്ലാത്തവരോടൊന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. ചില മക്കളുള്ള പാരൻസ് പറയും മക്കളെ കൊണ്ട് കുടുങ്ങിക്കണെന്ന്. നിനക്ക് കൊടുത്താളെ ആയിരിക്കെങ്കിലും വേണ്ടെങ്കിൽ കേട്ടോ. കഷ്ടപ്പെടുന്ന മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരിക്കൽ കൊടുത്താളി, അവർ നോക്കിക്കോളും. 10ഉം 20ഉം കൊല്ലമായിട്ട് മക്കളില്ലാതെ കഷ്ടപ്പെട്ട് അതിന് മെഡിസിൻ എടുത്ത് ജീവിക്കുന്ന ആൾക്കാരോട് പോയി ചോദിച്ചു നോക്കി, അപ്പോഴേ അറിയുള്ളൂ ഇതിൻ്റെയൊക്കെ വില കേട്ടോ. ഭാര്യ ഒന്ന് പിണങ്ങിപ്പോയിട്ട് ഇനി ഞങ്ങളൊപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മുറിച്ചിട്ടാണ് പോയി നോക്കണം, അപ്പോഴേ ഓളെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിച്ച് ജീവിക്കേണ്ട അല്ലത്. അടുത്തറിഞ്ഞ് രണ്ട് മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർ കേട്ടോ. അപ്പം ഞാനൊരു ഭർത്താവാണ്, ഞാൻ ഈ അടുത്ത് തിരിച്ചറിഞ്ഞ കാര്യമാണ് എന്ത്, പിന്നെ ഈ ഭാര്യമാരിപ്പോൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇടങ്ങാറായി ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പറയണ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ എരന്നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പറഞ്ഞണോ? നാളെ മുതൽ അവരത് പറയാൻ പാടില്ല. എങ്ങനെ പറച്ചിലുണ്ടാണ് അറിയങ്ങൾ? ഓരോ വീട്ടിലെ കാര്യങ്ങൾക്കോ മക്കളുടെ കാര്യങ്ങൾക്കോ വല്ലതും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മളങ്ങോട്ട് അവരങ്ങോട്ട് ചീത്ത പറഞ്ഞാളും. ഇവിടെ രാവിലെ എന്നും ബസ് വന്നിട്ട് കുട്ടികളെ കയറിപ്പോണ്ട്, ബസ്സിന് പൈസ കൊടുക്കണ്ടേ? അതിന് ഓളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്കൂളിൽ ഫീസ് അടക്കണ്ടേ? ഓളെ ശകാരിച്ചിട്ട് കാര്യമുണ്ടോ? വെള്ളിയാഴ്ച ഞമ്മക്ക് തന്നെ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഇറച്ചി വേണ്ടേ? അത് വാങ്ങണമെന്ന് പറയുന്നത് കുറ്റമാണോ? തിന്നണാക്ക് കുറ്റം, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി സാധനം വേണമെന്ന് പറയുന്നത് കുറ്റാണോ? അപ്പൊ ഭർത്താക്കന്മാരോട് പറയാണ്, വീടിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക എന്ന് പറയുന്നത് ഓൽക്ക് ചെയ്യുന്ന സേവനമല്ല. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്വമാണത്. എൻ്റെ പൈസയൊക്കെ തീർന്ന്, എന്തിനാ തീർന്ന്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടച്ച്. ഇങ്ങനെ ചിന്തിക്കണ്ടേ, രോഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ബില്ലടക്കാൻ പടച്ചോനെ എനിക്ക് നീ ആവത് തന്നല്ലോ, അൽഹംദുലില്ലാ കേട്ടോ. കയ്യിൽ 500 റുപ്യ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കാശ് കാലിയായി എന്ന് പറയണതിന് പകരം ഗസയിൽ പട്ടിണി കിടക്കുമ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിടാൻ പടച്ചോനെ നീ എനിക്ക് സമ്പത്ത് തന്നല്ലോ എന്ന ആശ്വാസത്തിൻ്റെ വാക്കാണ് നമ്മൾ പറയേണ്ടത്. ഇതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ഉമ്മമാരെ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്ത് ഫിനാൻസ് മാനേജ്മെന്റ് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. വീട്ടിൽ 3 ഫോൺ ഉണ്ടെങ്കിൽ 1000ൻ്റെ മുകളിൽ ഉറുപ്പ്യല്ലേ? 320 റുപ്യാണ് 28 ദിവസത്തിന് ഒരാൾക്ക്. 3 ഫോൺ ഉണ്ടെങ്കിൽ എത്ര ഉറുപ്പ്യായി? ഇതെല്ലാം ഈറ്റിറുമ്പി ക്യാഷ് ഉണ്ടാക്കി ഇതൊക്കെ 2 തല മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന ആചാരം ആർഭാടത്തിനനുസരിച്ചിട്ട് നമ്മൾ തുള്ളാൻ നിന്നാലേ ഇത് മുന്നോട്ട് പോകില്ല, ചടച്ചാളും. മൂപ്പരെ സ്വഭാവം റെഡിയില്ല. എൻ്റെ സ്വഭാവം റെഡിയാ?
ആദ്യം ഒന്ന് കണ്ണാടി നോക്ക്, എന്നിട്ട് നമ്മുടെ സ്വഭാവം റെഡിയാണോ നോക്കുക. ഭർത്താക്കന്മാർ ഓള സ്വഭാവം റെഡിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സ്വഭാവം റെഡിയാണോ നോക്കുക. ആദ്യം അവനവനെ ഒന്ന് പരിശോധിക്കണം. നമ്മളെ മുമ്പിൽ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരെ അധികം ആരെക്കുറിച്ചാണോ കംപ്ലൈൻറ്റ് അയാളെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ കൂടുതൽ കംപ്ലൈൻറ്റ് പറയുന്ന ആളെ ട്രീറ്റ് ചെയ്യൽ. കാരണം അയാൾക്ക് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ഭാര്യ കിട്ട് പറഞ്ഞ് കരയാണ്. ഞാൻ കഷ്ടപ്പെട്ട് എത്ര നേരം അവള് കരഞ്ഞത്. അത് കഴിഞ്ഞ് ഭർത്താവ് വന്നപ്പോൾ മൂപ്പര് പറയണേ, എനിക്കെൻ്റെ സങ്കടം പറയാനേ പറ്റുള്ളൂ, നമുക്ക് കരയാൻ പറ്റൂലല്ലോ, കാരണം ആണുങ്ങൾക്ക് കരയാൻ പാടില്ല എന്നാണല്ലോ പൊതു തത്വം. എന്നിട്ട് മൂപ്പരങ്ങോട്ട് കരഞ്ഞുപോയി. കരഞ്ഞുപോയി. ഓൾ എന്നുള്ള ദേഷ്യം തീർക്കണ രൂപങ്ങൾ കണ്ടാല് നിങ്ങളൊന്നും പൊറപ്പിക്കൂല സാറേ എന്നോട്. ഞാൻ രണ്ടാളോടും ചോദിച്ചു, 10-20 കൊല്ലങ്ങൾ ഒരുമിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം തീർത്തിട്ട് കാലം കഴിക്കാനുള്ളതാണോ? അങ്ങോട്ടും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റണം. നമുക്ക് ഉള്ളത് എത്രയാണോ, എൻ്റെ ഹസ്ബൻഡ് വരുമാനം എത്രയാണോ അതിനനുസരിച്ചുള്ളൊരു ചെലവ്. അല്ല നാട്ടിൽ പലരും പലതും ചെയ്യും, നമ്മളെനിക്ക ഉള്ളത് കൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ദീന് പാലിച്ച് സ്നേഹത്തോടെ ജീവിക്കുക. മനസ്സിലായി? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക, വെറുപ്പിക്കുന്ന നീക്കങ്ങൾ ഇല്ലാണ്ടാക്കുക. എന്തെങ്കിലും തെറ്റു പറ്റിയണമെങ്കിൽ ഇതെൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാടി, സോറി എന്ന് പറയാനുള്ള വിനയമുണ്ടെങ്കിൽ ജീവിതം ബാസുരമാകും. അതാണും പെണ്ണും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് മനസ്സറിഞ്ഞിട്ട് സ്നേഹിക്കുക. അത് കാണട്ടെ നമ്മുടെ മക്കളൊക്കെ. മനസ്സിലായോ? ഭാര്യ ഭർത്താവിൻ്റെ അടിമയാണ് എന്നൊക്കെ വിശ്വസിക്കുന്നിടത്തുനിന്ന് തെറ്റാണത്. എൻ്റെ ഉമ്മയെ എൻ്റെ ഉപ്പ കൊണ്ടെടുക്കണ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്ന ഞാൻ കാണുന്നുണ്ട് എന്ന് നമ്മുടെ മക്കൾക്ക് ബോധം വരണം. ആ കോലത്തിൽ ഏറ്റവും നല്ല നിലക്ക് ഒരു മുസ്ലിമായ ഭർത്താവായി മുസ്ലിമായ ഭാര്യയായി ജീവിക്കാൻ പറ്റണം. അവിടെയൊക്കെയുള്ള ഇസ്ലാം നമ്മൾ പാലിക്കണം. മക്കളെ പോറ്റുന്നിടത്തോണ്ട് ഇസ്ലാം. മക്കൾ നമുക്ക് ഭയങ്കര ആദിയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലോണം പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ട തെർബിയത്ത് കൊടുക്കുക, അവരോടൊപ്പം നല്ല സന്തോഷത്തിൽ ഇടപെടുക. അവർ നല്ല ഗുണങ്ങൾ, ഈ ഇരിക്കുന്ന കുട്ടികളൊക്കെ നല്ല നല്ല കുട്ടികളാണ്, അവരൊരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എടുത്തു പറഞ്ഞാലാണ് അവരുടെ ദോഷങ്ങൾ ഇല്ലാതാകുക. നമ്മളെന്താ ദോഷം മാത്രം എടുത്തു പറഞ്ഞാൽ ഉള്ള ഗുണം ഇല്ലാതാവും. റസൂൽ എന്താ ചെയ്തത്? അബ്ദുള്ള എത്ര നല്ല കുട്ടിയാണ്, രാത്രി കൂടെ നിസ്കരിച്ച് നന്നായിരുന്നു. നബിന്റെ ഉപദേശമാണത്. പള്ളി മൂത്രമൊഴിച്ചാക്ക് പോലും നബിനോട് ഇഷ്ടം തോന്നി. എന്തേ? നബിയുടെ അഡ്വൈസ് അങ്ങനെയായിരുന്നു. ചേർത്ത് പിടിക്കാൻ പറ്റണം, സ്നേഹിക്കാൻ പറ്റണം. ഐ ലവ് യു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് പറയണം, തലോടണം, ചുംബിക്കണം. വലുതാകും തോറും ചേർത്ത് പിടിക്കാൻ വേണ്ടി. ചെറിയ കുട്ടികൾ ആരും കളിപ്പിക്കും അല്ലേ? ബസ്സിന്ന് ആരെങ്കിലും ഒരു ചെറിയ കുട്ടിയെ ഒക്കത്ത് കെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ഒന്ന് കളിപ്പിക്കും അല്ലേ? കണ്ണോടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട്. ആ സമയത്ത് വലിയ സംഭവമാക്കൽ വലിയ സംഭവമൊന്നുമല്ല. വലുതാവും തോറും കുട്ടികളെ ചേർത്ത് പിടിക്കണം. അവനെ റെസ്പെക്റ്റ് ചെയ്യണം. അവനൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്. സംഭവം നമ്മളെ കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റൂല. അവനെ റെസ്പെക്റ്റ് ചെയ്യണം. ആൾക്കാരടി വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന പാരൻസ് ഉണ്ട്, മക്കളെ ഇൻസൾട്ട് ചെയ്യും. ഓനിപ്പം എന്തായാലും ഓനൊന്നും പറ്റൂലേ, ഓൻ പഠിക്കൊന്നുമില്ല, നിങ്ങളെ മകൻ നല്ലോണം പഠിക്കുമല്ലോ. ഓൻ്റെ അമ്മി വാപ്പി ഓരാണ്, ഇവൻ്റെ അമ്മി വാപ്പി നിങ്ങളല്ലേ, അതിനുള്ള ഗുണം ഉണ്ടാവുള്ളൂ. ടാങ്കിലുള്ളതേ പൈപ്പിൽ വരുള്ളൂ കേട്ടോ. ഇത് കുറ്റം പറഞ്ഞാൽ മലന്നിടന്ന് മുകളിലേക്ക് പറഞ്ഞ പോലെയാണ്, താഴത്തോട്ട് നമ്മുടെ നെഞ്ചത്തേക്കാ വരിക. വിത്ത് ഗുണം 10 ഗുണം, മനസ്സിലാണ്ടോ? അപ്പോൾ ഏറ്റവും നല്ല നിലക്ക് മക്കളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. സ്നേഹിക്കലും ആദരിക്കലും കൂടെ കൊണ്ടു നടക്കലും. അവരോട് എങ്ങനെ സംസാരിക്കാതെ, കുട്ടികളോടൊന്നും സംസാരിക്കാതെ എങ്ങനെ മനസ്സിലാക്കുക കുട്ടി ആരാണ് എന്താണെന്നൊക്കെ? കുറച്ചൊരു സംസാരിച്ച് നോക്കി, അപ്പം അറിയാം സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ അവന് കിട്ടിയതെന്ന്. കുറെ ആക്ഷൻസും കുറെ പാട്ടും കുറെ വിശ്വാസങ്ങളൊക്കെ കുട്ടികളെ ഉള്ളിലുണ്ടാവും. ഇതൊന്നും നോക്കാനോ നേരല്ല, അതങ്ങനെ ഓടി 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 അവസാനം മൂപ്പര് കോലായ്മ അങ്ങനെ ഇരുന്നിട്ട്, ഹലോ സാറേ, കുട്ടിയാകെ പിടുത്തം വിട്ട് ഒരു കൗൺസിലിങ് ഒഴിവില്ല, എന്നാൽ വേറൊരാളെ പറയോ, ആളെ നമ്പർ മൂപ്പരെ വിളിച്ച അയാൾക്ക് ഒഴിവില്ല, പിന്നെ അടുത്ത ആള്. എത്ര ആൾക്കാർ തിരക്കും പിടിച്ച് പാഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ഒരു തിരക്കുമില്ല. കാരണം എന്താ? 8ന്റെ പണി കൊടുക്കുക കുട്ടികൾ. എൻ്റെ മോക്ക് നല്ലൊരാളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ബാപ്പങ്ങനെ നടക്കുമ്പോൾ 2 കൊല്ലം മുമ്പ് ഒരു അന്യമതസ്ഥനുമായിട്ട് ഓള് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാണ്. ബാപ്പ അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പുറത്തുവിടുന്ന വാർത്തകൾ, 15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ അബോർഷന് വേണ്ടി അനിയന്ത്രിതമായി വരുന്നു. അനിയന്ത്രിതമായ നിലക്ക് മാളുകളിലും അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസസുകളിലും പ്രത്യേക റൂമുകളുണ്ട്.
ഇവിടെ പിടിക്കപ്പെടാതെ നിയമപാലകർ അറിഞ്ഞിട്ടും നിയമപരമായ നിലപാടുകൾ എടുക്കാതെ ഇവിടെ സെക്സ് റാക്കറ്റുകൾ പണിയെടുക്കുന്നുണ്ട്, ഡ്രഗ്സ് മാഫിയകൾ പണിയെടുക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മളെ മക്കൾ പെട്ടുപോകാതിരിക്കാൻ ചേർത്ത് പിടിക്കണം. ആദർശബോധം, ആ ഒരു ഐഡന്റിറ്റി അവരിൽ രൂഢമൂലമാക്കാൻ നമ്മൾ ശ്രമിക്കണം. കുറ്റപ്പെടുത്തലും ചീത്ത വിളിക്കലും മാറ്റിയിട്ട് അവരെ പ്രശംസിക്കലും അവരുടെ ഗുണങ്ങൾ കണ്ടെത്തലും അവരുടെ കൂടെ നടക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലുമാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെയാണ് മക്കളെ പോറ്റിയത്. മാതാപിതാക്കളോടോ, മക്കളെ, ഈ മണ്ണില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ച നിധിയാണ് നമ്മുടെ മാതാപിതാക്കൾ. അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹിൻ്റെ കോപവും ഉമ്മൻ്റെ ഉപ്പൻ്റെ തൃപ്തിയിലും കോപത്തിലുമാണ്. ഉമ്മക്ക് നിന്നെ ഇഷ്ടമാണോ, ഉപ്പക്ക് നിന്നെ ഇഷ്ടമാണോ, നിന്നെക്കുറിച്ച് ഓർത്തിട്ട് അവർ ഹാപ്പിയാണോ, നിന്നെക്കുറിച്ച് അവർക്ക് പേടിയില്ലാത്ത അവസ്ഥയുണ്ടോ, നീ നിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ട് അവർക്ക് ഭാരം കുറക്കുന്നുണ്ടോ, അത് മതി നീ വിജയിക്കാൻ. ലോകം കണ്ട മഹാപണ്ഡിതന്മാരുണ്ടാക്കിയത് ഉമ്മമാരാണ്, ഉമ്മമാരെ പ്രാർത്ഥനയാണ്. ഇമാം ബുഖാരി ബ്ലൈൻഡ് ആയിരുന്നു, ഉമ്മ പ്രാർത്ഥിച്ചിട്ടാ കാഴ്ച തിരിച്ചു കിട്ടിയത്. ഹറമിലെ ഇമാം സുദൈസ്, അദ്ദേഹം കുരുത്തക്കേട് കാണിച്ചപ്പോൾ ഉമ്മ പ്രാർത്ഥിച്ചതാ, പടച്ചോനെ ഈ കുട്ടിനെ ഹറമിലെ ഇമാമാക്കണേ. ഉമ്മയും ഒപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ കീഴിലുടങ്ങ് നടന്നിട്ട് പഠിച്ച മോനെ, വായിച്ച മോനെ, ഒരുങ്ങിക്ക മോനെ, കുളിച്ച മോനെ, വണ്ടിപ്പം വരും മോനെ എന്നും പറഞ്ഞിങ്ങനെ കെഞ്ചി നടക്കാനുള്ള യാചകന്മാരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അള്ള കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൊസിഷൻ ഉമ്മക്കുപ്പാക്കുമാണ്. നമുക്കറിയാം, സ്വഹാബത്ത് ഉമ്മൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കാൻ വരെ പേടിയായിരുന്നു. കാരണം ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു ഫുഡ് ഞാൻ എടുത്തു പോകുമോ എന്ന് പേടിച്ചിട്ട്. ഉമ്മ ഡൗൺ സ്റ്റെയറിലുള്ള സമയത്ത് അപ്സ്റ്റെയറിൽ കൂടെ നടക്കാൻ പേടിയായിരുന്നു. കാരണം ഉമ്മൻ്റെ തലൻ്റെ മോൾ കൂടെ എൻ്റെ നടത്തമാകുമോ എന്ന് പേടിച്ചിട്ട്. സലഫുകൾ നമ്മൾക്ക് എന്തെന്ന് ചെയ്യുന്നത് അല്ലേ? വയസ്സായ വൃദ്ധന്മാരായ മാതാപിതാക്കളെ നോക്കിയിട്ട് എന്താ കാര്യം? ഒഴിവാക്ക്. അതവിടുത്തെ നിരീശ്വരവാദികൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പുരോഗമനവാദികൾക്ക് പറയാനുള്ളത്. ഇസ്ലാം ബാഡ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഉന്നയിക്കുന്നത് എന്താ? പെണ്ണും പെണ്ണും കല്യാണം കഴിക്കട്ടെ, ആണും ആണും കല്യാണം കഴിക്കട്ടെ, ഉമ്മയും പെങ്ങളുമായിട്ട് സെക്സിൽ ഏർപ്പെടട്ടെ. ഇവിടെ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളുമായിട്ടാണ് ഒരുത്തിന് സെക്സിൽ ഏർപ്പെടേണ്ടതെങ്കിൽ അങ്ങനെയാകട്ടെ. ഇതല്ല അവിടെ മതം, ഇതല്ല അവിടെ മതം. അവർ ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇവിടെ വൃദ്ധസദനങ്ങൾ ഉണ്ടാകട്ടെ എന്ന്. ഒരു പ്രായമായ ഓല അവിടെ താമസിച്ചോട്ടെ, നമുക്ക് നമ്മുടെ ജീവിതമല്ലേ എന്നൊക്കെ ഒരു പഠിപ്പിക്കണം. ആരോടും നന്ദി വേണ്ട, ഉമ്മനോടും വേണ്ട, ഉപ്പനോടും വേണ്ട, ആരോടും വേണ്ട. നിന്നെ നീയാക്കിയത് ആ ഉമ്മയുപ്പിയാണ്, മറക്കരുത്. അത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു കുട്ടിനെയൊക്കെ പോറ്റി വളർത്തുന്ന അറിയോ? ചില്ലറ ചെലവൊന്നല്ല. അതൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ബാങ്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാവും. ഒരു കുട്ടിക്ക് വേണ്ടി ചെലവാക്കിയ പൈസ. എന്നിട്ട് ഉമ്മ വല്ലതും പറയുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കേ? ഉപ്പനോട് നമ്മൾ കയർക്കേ? ഉപ്പൻ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ ഒന്നിൽ ആ വീട്ടിൽ നിന്ന് റോട്ടിൽ ഇറങ്ങിയിട്ടേനും പറയണ്ടേ? ബാപ്പുണ്ടാക്കിയ വീട്ടിൻ്റെ റൂമിൽ ഇരുന്നിട്ട് മൂപ്പര് കൊണ്ടുവന്ന ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ട് ഡയലോഗ് അടിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മളെ ആളുകൾ കാണുന്നുള്ളൂ, മനസ്സിലായില്ലേ? ഈ വീട് നമ്മൾ കാണുന്നുണ്ട്, അടിത്തറ കാണുന്നില്ല. അടിത്തറ അല്ലെങ്കിൽ വീടില്ല. ഇതുപോലെ ആളുകൾ നമ്മളെ കാണുന്നുള്ളൂ. പക്ഷെ നാം ആകാൻ വേണ്ടി ഒരു അടിത്തറ പോലെ പണിയെടുത്തത് നമ്മുടെ പാരൻസാണ്. നമ്മുടെ പാരൻസിനോടുള്ള ആ അനുസരണവും സ്നേഹവും ബഹുമാനവും ആദരവും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട പുണ്യങ്ങളും ചെയ്യുന്നിടത്ത് മക്കൾക്ക് യാതൊരു അലസതയും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എല്ലാവരും നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ച് മൊത്തത്തിൽ അള്ളാഹുവിലേക്ക് ഒരു മടക്കം. ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട് തിരുത്തണം, നന്നാവണം അല്ലേ? ഒന്നും വേണ്ട, വെറുതെ ഇരുന്നിട്ട് ഫോൺ തോണ്ടിയാൽ തന്നെ കുറേ പെണ്ണുങ്ങൾ അല്ലേ ചാടിക്കളിക്കണ്, എക്സസൈസ് ചെയ്യുന്നു, കോമഡി കളിക്കുന്നു, അവര് അഭിനയിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കണ്ണ് താഴ്ത്തണമെന്ന് പറഞ്ഞ മതത്തിന്റെ അനുയായികൾ സിനിമയും റീൽസും ഷോർട്സും കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ നമ്മൾ നാശത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളാണിത്. സുഹൃത്തുക്കളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാള് പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപദേശം നൽകൂ എന്ന് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അയാൾക്ക് കൊടുത്ത ഉപദേശം പിൽക്കാലത്തൊരു ബൃഹത്തായ ഗ്രന്ഥമായി ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദാഉ വദ്ദവാ എന്നാണ് ആ കിതാബിന്റെ പേര്. അതിൽ അദ്ദേഹം തൻ്റെ ചോദ്യകർത്താവിനോട് പറയുന്നത്, ഈ ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും വലിയ ദുരന്തങ്ങൾ വിതക്കുന്നത് അവൻ്റെ പാപങ്ങളാണ് എന്നാണ്. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. പാപങ്ങളുടെ ദുരന്തങ്ങൾ. നമ്മളെന്താ തെറ്റിയത്? എന്താ കുഴപ്പം?
കുറ്റം കിട്ടും, നരകം കിട്ടും. ഇതല്ലേ നമുക്കറിയുള്ളൂ, അല്ലേ? ഇത്രയല്ലേ നമുക്കറിയുള്ളൂ. ഇത് നല്ല സുഹൃത്ത്, നൂറുകണക്കിന് പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാണ്ട്, നമ്മുടെ ദീനിനെ, നമ്മുടെ ദുനിയാവിനെ, നമ്മുടെ ഇണകളെ, നമ്മുടെ മക്കളെ, നമ്മുടെ സമ്പത്തിനെ, ഈ പ്രപഞ്ചത്തെ, ഇവിടുത്തെ മറ്റുള്ള എല്ലാ കാര്യത്തെ, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ഉണ്ടോ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തും പാപങ്ങൾക്ക് ദുരന്തങ്ങൾ വിതയ്ക്കാൻ കഴിയുമെന്നാ പറയണേ. അതുകൊണ്ട് തെറ്റുകൾ ഒഴിവാക്കണം, ഹറാമുകൾ വെടിയണം. കുറച്ച് കാലമുള്ളൂ. ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ പൂത്തിവെച്ചും കള്ളക്കളി നടത്തിയിട്ടും ഒരു ഹറാമ് ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം? ചെയ്യുമ്പോൾ ഒരു സുഖം അല്ലേ, പിന്നെ അത് ഓർമ്മയായി മാറി. പക്ഷെ രേഖയിൽ കിടക്കുകയാണ് തെറ്റുകൾ. പടച്ചോൻ പുറത്തുനിന്നില്ല എന്ത് ചെയ്യും? കളവ് പറഞ്ഞവന്റെ മുഖം വലിച്ചു കീറും. നിസ്കാരം ഒഴിവാക്കി കൂർക്കം വലിച്ചുറങ്ങിയവനെ തല ചതച്ചരക്കും. വ്യഭിചരിച്ചവനെ ഇരുമ്പിന്റെ ചെമ്പിൽ ഇറക്കി നിർത്തിയിട്ട് കത്തിച്ചു കളയും. പലിശ തിന്നവനെ രക്തപ്പുഴയിൽ അവൻ നീന്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഖബറിലെ ശിക്ഷയാണ്. നരകത്തിലോ അതിഭീകരമായ ശിക്ഷ വരാനിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ, ഓ എന്നോടോ? എനിക്കും എന്ന് പറയണ്ട. അത് നിന്റെ ദുരന്തത്തിലേക്കുള്ള വാക്കാണ്. അതിലൂടെ പിന്നീട് എത്താൻ പോകുന്നത് വ്യഭിചാരമാണ്. കണ്ണും കാതും മനസ്സും വിരലുകളും ഡിവൈസസും സമയവും ഒഴിവും എല്ലാം ഉപയോഗപ്പെടുത്തി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നതെല്ലാം ഹറാമാണ്. ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ചിന്ത, കാഴ്ച, കേൾവി, ആലോചന, ആസൂത്രണങ്ങൾ എല്ലാം ഹറാമിന് വേണ്ടിയാണ്. അനക്കൊരു പെണ്ണിനെ വേണോ? കല്യാണ പ്രായമെത്തും വരെ ക്ഷമിക്കുക, കല്യാണം കഴിക്കുക മാന്യമായിട്ട്. അതല്ലാത്ത വഴികളൊക്കെ ചൂഷണമാണ്, ഇൻസെക്യൂർഡാണ്, നമുക്ക് ദുരന്തമാണ്. അതുകൊണ്ട് ലൈംഗിക രംഗം സൂക്ഷിക്കുക. സാമ്പത്തിക രംഗം, കടവും കള്ളിയും വാങ്ങുന്ന ആൾക്കാർ നല്ലോണം സൂക്ഷിച്ചോളി. ഒരു കുട്ടിയും വീട്ടൂല കടം കേട്ടോ. മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് പറയും ഇവന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. 10 കൊല്ലം മുമ്പ് ഏറ്റെടുത്തിട്ട് ഇന്നും കടം വീട്ടാത്ത ആൾക്കാരുണ്ട്. അറിയങ്ങൾക്ക് എന്താക്കും? കബർന്ന് ഉള്ളത് മതി കേട്ടോ, ഉള്ളത് മതി. ഞാനൊക്കെ പറയാം, നമ്മൾ ഇടങ്ങാറായിട്ട് നിങ്ങൾ അങ്ങനെ സുഖിക്കണ്ടെന്ന് ഞാൻ പറയല്. ഏത് നമ്മൾ കബറിൽ ഇടങ്ങാറായിട്ട് നിങ്ങൾ അങ്ങനെ സുഖിക്കണ്ട, ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ മതി. കടം സൂക്ഷിക്കണം, പലിശ സൂക്ഷിക്കണം. അറിയാതെ കടന്നു വരുന്ന EMI എന്നൊക്കെ പറഞ്ഞിട്ട് പലിശരഹിത വായ്പ എന്നൊക്കെ പറഞ്ഞ വീട്ടിലിരുന്നാലും ലോണ്, ഇതൊന്നും നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സഹോദരന്മാരെ. അതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സാമ്പത്തിക രംഗം ഒരാളെയും കബളിപ്പിച്ചും കവർച്ച നടത്തിയും ചൂഷണം ചെയ്തും ഒരണപ്പൈസ പോലും നമ്മൾ കൈക്കലാക്കരുത്. ഹലാല് മാത്രം മതി. അർഹിക്കാത്ത ഒരു ചില്ലറ നാണയം പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരരുത്. ഹറാമ് തിന്നാൻ കൊടുത്താലേ മക്കൾ നന്നാവില്ല. ഹറാമ് തിന്നാലേ ആ ശരീരം പിന്നെ നരകത്തിനുള്ളതാ. അതുകൊണ്ട് വരുമാനം ശ്രദ്ധിക്കുക, ബന്ധങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ എന്താണ്, കഴിഞ്ഞ് കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിച്ച ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, ആണും പെണ്ണും എവിടെയോ കിടക്കുന്ന ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യലും വിളിക്കലും മീറ്റ് ചെയ്യലും, എന്താ അവരുടെ ബന്ധം. ഇവിടെ ചേർക്കേണ്ട ബന്ധമുണ്ട്, ആദ്യം അത് ശരിയാക്കി. അതിൻ്റെ ഉമ്മയായിട്ടുള്ള ബന്ധം, ഉപ്പയായിട്ടുള്ള ബന്ധം, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ബന്ധം ചേർക്കണമെന്ന് പറഞ്ഞ അല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അള്ളാഹു ചേർക്കാൻ വേണ്ടി പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവർ അവർക്കല്ലേ സ്വർഗം. അത് ചേർക്കുക ആദ്യം. കുട്ടികളോടൊക്കെ ഞാൻ പറയലുണ്ട്, ആ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ തൊള്ളിക്കും നോക്കി നിന്നിട്ട് ഇങ്ങനെ മറ്റേ ഒരു കൊട്ട ലവ് ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ നിൽക്കല്ലേ, ആ കൊട്ടയിട്ട് നേരെ വീട്ടിൽ പോകും. എന്നിട്ട് ഉമ്മാനൊന്ന് സ്നേഹിക്കും, ഉമ്മാനോടൊന്ന് മര്യാദക്ക് സംസാരിക്കും, ഉമ്മാനൊന്ന് മനസ്സിലാക്കുക. നാട്ടുകാരെ മനസ്സിലാക്കാൻ ഭയങ്കര വിശാല മനസ്സാണ്. നാട്ടുകാരെന്തോ ഒരു മനസ്സിലാക്കലാണ് ഭയങ്കര. അവനാണ് എന്നെ കെയർ ചെയ്യുന്നത്, അവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ബാപ്പ എന്ത് കോപ്പ്. ഇന്നലെ വലിഞ്ഞു കയറിയവൻ ഓനാ വലിയ സ്ഥാനം. അവനവനെ പരിചരിക്കുന്നവരെയും അവനവന്റെ കൂടെ ജീവിക്കുന്നവരെയും സ്വന്തം രക്തബന്ധുക്കളെയും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കുകയാണ്. മരിക്കുമ്പോൾ മലക്കുകൾ വിളിക്കണം, യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, സമാധാനമടഞ്ഞ ആത്മാവേൻ. അങ്ങനെ വിളിക്കണമെങ്കിലേ മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കണം, എനിക്ക് സ്വർഗം വേണം. എന്നിട്ട് പഠിക്കണം, ഈമാൻ റെഡിയാക്കണം, കർമ്മങ്ങൾ റെഡിയാക്കണം, ഹറാമുകൾ വെടിയണം, അമാനത്തുകൾ കൃത്യമായിട്ട് പാലിക്കണം. മരിച്ചാലും ബാക്കി കിടക്കുന്ന കർമ്മങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തി പോകണം. ഒരു പള്ളി ഉണ്ടാക്കുക, മദ്രസ ഉണ്ടാക്കുക, ദഅവത്തിന് ഇറങ്ങുക, ഇതൊക്കെ എത്ര പുണ്യമുള്ള കാര്യം അറിയോ? വെറുതെ അങ്ങനെ സമയം ചെലവാക്കുന്നതിന് പകരം
സുഹൃത്തുക്കളെ, ഇതൊക്കെ കൂലിയിട്ടുന്ന കാര്യമാണ്. നമ്മൾക്കിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോഴോ പുറപ്പെട്ടതാണ്. പക്ഷെ എന്താ നിങ്ങൾക്ക് ഒരു 2-ാം ശനി കിട്ടിയാൽ നമുക്ക് നമ്മളെ മക്കളുടെ കൂടെ കഴിച്ചു കൂട്ടാം, സന്തോഷമാണ്. മക്കളെ കളിപ്പിച്ചും അവരുടെ കൂടെ കളിച്ചുമൊക്കെ നിൽക്കാൻ നല്ല സുഖമുള്ള കാര്യം, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വണ്ടി കയറി കിലോമീറ്ററുകൾ താണ്ടി വരുമ്പോൾ എന്താ അറിയോ, ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഉണ്ടാവുള്ളൂ. വല്ല ജാട കാണിച്ചു നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ആരോഗ്യമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഒരു വീടാണ്. ഈ മുറ്റം എന്തിനുള്ളതാ? മൂപ്പരിവിടെ ഇന്റർലോക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് വിചാരിച്ചില്ലോ? അറിയില്ല, വിചാരിച്ചുണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലെ. ഒരു വീടിനൊരു മുറ്റം അങ്ങനെ വിചാരിച്ചുള്ളൂ. പിന്നെ ഹിദായത്ത് കിട്ടിയപ്പോഴാണ് ഈ മുറ്റത്ത് ക്ലാസ് നടത്തിയിട്ട് ഈ നാട്ടുകാരൊക്കെ തൗഹീദ് കേൾപ്പിക്കണം എന്നൊക്കെ ചിന്ത ഉണ്ടായി. ഞമ്മക്കില്ല ഇങ്ങനെ ഒരു വീട്, അവിടെ ഒരു ക്ലാസ് നമുക്ക് നടത്തിക്കൂടെ? നമുക്കൊരു നാടില്ലേ, ആ അങ്ങാടിയിൽ കള്ളും തോന്നിയാസവുമായി കഴിച്ചു കൂട്ടുന്ന ആൾക്കാരെ നമുക്കും ബോധവൽക്കരിച്ചൂടെ? ഈ കപ്പൽ മുങ്ങാതിരിക്കാൻ ഈ ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കണം. നമ്മൾ നാട് നശിപ്പിക്കാനോ നാട് വർഗീയത ഉണ്ടാക്കാനോ ഒന്നുമല്ല പണിയെടുക്കണത്, നാടിനെ നന്നാക്കാൻ വേണ്ടിയാ പണിയെടുക്കണത്. സ്വഹാബത്ത് പറഞ്ഞേ, നബിയെ എനിക്ക് നിങ്ങളെയായിരുന്നു ഏറ്റവും ദേഷ്യം, ഇപ്പോൾ എനിക്ക് എന്നേക്കാളും നിങ്ങളെയാണ് റസൂലെ ഇഷ്ടം. അങ്ങനെ പറയേണ്ട കാലം വരും. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മളെ ജോലിയും നമ്മളെ കുടുംബവും മറ്റ് തിരക്കുകൾക്കും ഇടയിൽ തന്നെ ദഅവത്ത് രംഗത്ത് സജീവമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും പ്രാർത്ഥിക്കുക. നല്ലവരോടായി ഇപ്പോൾ ചേർന്നുകൊണ്ട് നല്ലത് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സമയത്തെയും നമ്മുടെ കഴിവിനെയും നമ്മുടെ അറിവിനെയും ഒക്കെ ദീനിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞു വെക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കട്ടെ. ഈ മഹനീയമായ മജ്ലിസിന് വേദിയിലേക്ക് വീട്ടിനും വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചുരിയട്ടെ. കൂടുതൽ നന്മയിൽ മുഴുകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ഹറാമുകളും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. ധാരാളമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും അവൻ്റെ സഹായവും സുരക്ഷയും ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. നമുക്കെതിരെ മെനയുന്ന അജണ്ടകൾ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. അല്ലാഹു ഈ രാജ്യത്തിൻ്റെ സമാധാനാന്തരീക്ഷം ജനാധിപത്യത്തെ നിലനിർത്തുമാറാവട്ടെ. ഇതിനെ നശിപ്പിക്കാൻ ഗൂഢപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നവരെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. അതിനുവേണ്ടി അവർ മെനഞ്ഞുണ്ടാക്കുന്ന തന്ത്രങ്ങളും അജണ്ടകളും വിപരീതമായ റിസൾട്ട് ഉണ്ടാക്കട്ടെ. അല്ലാഹു ഗസയിലും വെസ്റ്റ് ബാങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തും കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകട്ടെ. ഏറ്റവും നല്ല ദീനുള്ള സന്തോഷവും സമാധാനവുമുള്ള നല്ലൊരു വീടകം അല്ലാഹു നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കട്ടെ. നല്ലൊരു ഇണയാകാൻ, നല്ല മകനും മകളുമാകാൻ, നാട്ടിലെ നല്ലൊരു പൗരരാകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.